ഹലോ, വെൽക്കം ബാക്ക്. കാണാനും കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ നമ്മുടെ നൗണിൻ്റെ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കളക്റ്റീവ് നൗൺസ്, അതുപോലെ തന്നെ ജെൻഡർ, നൗണിൻ്റെ ജെൻഡർ, ഇതൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട് വൊക്കാബുലറി പാർട്ടിൽ. നൗണിൻ്റെ ഭാഗത്തിൽ നിന്നുള്ളതാണ്, പക്ഷേ അത് വൊക്കാബുലറി പാർട്ടിൽ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പാർട്ടിലുള്ള നോക്കാം കേട്ടോ. അതുപോലെ പ്രിഫിക്സ്, സഫിക്സ്, അതുപോലെ മറ്റ് വേർഡ് ഫോർമേഷൻസ് ഒക്കെ നമുക്ക് ഒരു ഫസ്റ്റ് കാറ്റഗറി ഓഫ് വൊക്കാബുലറിയുടെ ഭാഗത്ത് നമ്മുടെ സിലബസിലുള്ള സാധനങ്ങളാണ്. നമുക്ക് ആദ്യമേ ആ ഒരു ലെവൽ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വിടാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. എന്നിട്ട് പയ്യെ പയ്യെ നമുക്ക് ഗ്രാമർ പാട്ടുകൾ ഓരോന്നോരോന്നായിട്ട് ചെയ്തു നോക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നൗൺ കണ്ടു, പ്രൊനൗൺ കണ്ടു. ഇപ്പം നമ്മൾ വൊക്കാബുലറി പാട്ടും കൂടെ കാണാൻ പോകണം കുറച്ച്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പയ്യെ പയ്യെ ആർട്ടിക്കിൾസ്, കോൺകോഡ്, അഡ്ജക്റ്റീവ്, അഡ്വേർബ്, അങ്ങനെ അങ്ങനെ ഇതിലോട്ട് പോകാം കേട്ടോ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളോട്ടും പോകാം. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക് ഞാൻ ഇന്ന് പറയുന്നതാണ് ഈ കളക്റ്റീവ് നൗണുകളും അതനുസരിച്ചുള്ള നൗണിലെ ജെൻഡർ ഒക്കെ കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഈ കളക്റ്റീവ് നൗണുകളെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ, ഈ നൗണുകൾ, കളക്റ്റീവ് നൗണുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കണ്ട ഇതുണ്ട്, നൗണുകളുണ്ട്, കോമൺ നൗണുകൾ. കോമൺ നൗണുകളുടെ നമ്മൾ പറഞ്ഞില്ല, കോമൺ ആയിട്ട് ആൾക്കാരെ പറ്റി പറയണം, മാൻ അല്ലേ? മാൻ ഒരു കോമൺ നൗണാണ്. അതുപോലെ തന്നെ അതിൽ നമ്മൾ കോമൺ ഇതിൽ നൗൺ മാൻ, വുമൺ ഒക്കെ ഇല്ലേ, അതല്ലേ കോമൺ നൗണുകളാണ്. അതിൽ പേരൻറ്റ്, അങ്ങനെ പല പല കോമൺ നൗണുകളുണ്ട്. ഇങ്ങനെയുള്ള പല കോമൺ നൗണുകളുടെ എല്ലാം ഗ്രൂപ്പിനെ നമുക്ക് കളക്റ്റീവ് നൗണുകൾ എന്ന് വിളിക്കാം. നോർമലി നമ്മൾ പറയുന്ന കോമൺ നൗണുകളുടെ കൂട്ടത്തിന് നമുക്ക് കളക്റ്റീവ് നൗൺ എന്ന് വിളിക്കാം. കളക്ഷൻ അല്ലേ, അത് പേര് പോലെ തന്നെ നമുക്ക് മനസ്സിലാവും, കളക്ഷൻ ഓഫ് നൗൺസ് ആണ്. അത് അനിമൽസിന്റെ കാര്യത്തിൽ, ബേർഡ്സ്, ഹ്യൂമൻ ബീങ്സ്, എല്ലാത്തിൻ്റെ കാര്യത്തിൽ ഡിഫറെൻറ്റ് ആയിട്ടുള്ള കളക്റ്റീവ് നൗണുകളുണ്ട്. അപ്പോൾ ഈ കളക്റ്റീവ് നൗണുകൾ കൃത്യമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഈ പറയുന്ന നേരിട്ട് കളക്റ്റീവ് നൗൺ ഇതിൻ്റെ ഏതാ എന്നുള്ള ചോദ്യം വരും, അല്ലെങ്കിൽ നമ്മളോട് ചുമ്മാ ചോദ്യങ്ങൾ, ഞാൻ ഇന്ന് എങ്ങനെ ഏത് ലെവലിലൊക്കെ ചോദ്യം ചോദിക്കാമെന്ന് കാണിക്കാം. ഇതിന്റെ പേര് ഇന്നതാണെങ്കിൽ ഇന്നതിന്റെ പേര് എന്താണ്. ചിലപ്പോൾ അത് കളക്ട് നൗൺ വെച്ചിട്ടായിരിക്കും, ചിലപ്പോൾ സിനോണിമിന്റെ ബേസിസിലായിരിക്കും, ചിലപ്പോൾ ആന്റണിമിന്റെ ബേസിസിലായിരിക്കും, ചിലപ്പോൾ ജെൻഡറിന്റെ ബേസിസിലായിരിക്കും, അങ്ങനെ ചിലപ്പോൾ സിംഗുലർ പ്ലൂറലിന്റെ ബേസിസിലായിരിക്കും. അപ്പം അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ വരും. ഇന്ന് അതൊക്കെ നമുക്കൊന്ന് നോക്കിയോടാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ്, ഒരു ഗ്രൂപ്പ് ഓഫ് കളക്റ്റീവ് നൗൺ, നല്ല കോമൺ നൗൺ, അല്ലെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് കോമൺ നൗൺ, അതിനെ നമുക്ക് എന്ത് വിളിക്കാം? കളക്റ്റീവ് നൗൺസ് എന്ന് വിളിക്കാം കേട്ടോ. കളക്ഷൻ ആണ് കേട്ടോ. ഒരു ഗ്രൂപ്പ് ഓഫ് കോമൺ നൗൺസ് അല്ലെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് കോമൺ നൗൺസിനെ നമുക്ക് എന്ത് വിളിക്കാം? കളക്റ്റീവ് നൗൺസ് എന്ന് വിളിക്കാം. ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. പീപ്പിൾ. പീപ്പിൾ എന്ന് പറയുന്നത് ജനങ്ങൾ അല്ലെ, കോമൺ നൗൺ ആണേ. ഈ കോമൺ നൗണിന്റെ ഗ്രൂപ്പിന് നമ്മൾ ഒരു ക്രൗഡ് എന്ന് പറയും. ക്രൗഡ് അല്ലെ. അതുപോലെ നമുക്ക് പറയാം ഹോഡ്, HORDE, ഹോഡ്. വേറെ ഹോഡ് ഉണ്ട്, പക്ഷെ ഇത് ഈ ഹോഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ തന്നെ പറയുന്ന. അപ്പൊ കളക്റ്റീവ് നൗൺ ആയ ഹോഡും ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്, ക്രൗഡും ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. എന്തിന്? ഫാമിലിയും ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. ഫാമിലി നമ്മൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ തന്നെയാണ് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പല കളക്റ്റീവ് നൗണുകളും ഉണ്ട് ഇതില്, പക്ഷെ ഈ വരുന്ന എല്ലാ നൗണുകളും ഇതിലുണ്ടാവില്ല, നമ്മുടെ ഇതിൽ ഇട്ട് കൊടുക്കില്ല. നമ്മൾ എപ്പോഴും കളക്റ്റീവ് നൗണുകളൊക്കെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഇന്നത് കളക്റ്റീവ് നൗൺ ആണ്, അതുകൊണ്ട് ഇതും കളക്റ്റീവ് നൗൺ ആണ് എന്ന് വരാം. അതായത് ഹോഡും കോമൺ നൗൺ ആണ്, പിന്നെ ഹോഡും ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്, ഫാമിലിയും ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്, ക്രൗഡും ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. അപ്പോൾ ഈ മൂന്ന് ഓപ്ഷനിൽ വരില്ല, ഏതെങ്കിലും ഒന്നേ ഓപ്ഷൻ വരുള്ളൂ. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഏതാണ്, കളക്റ്റീവ് നൗൺ ഓഫ് പീപ്പിൾ എന്നൊക്കെയോ അല്ലെങ്കിൽ ഇങ്ങനെ വരും. അപ്പോൾ അത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതിൽ ഏതെങ്കിലും മൂന്നിൽ ഒരെണ്ണം വന്നാൽ അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ ജേർണലിസ്റ്റുകളുടെ കൂട്ടത്തിൽ നമ്മൾ പറയും പ്രസ് എന്ന് പറയും. നമുക്കറിയാലോ പ്രസ് ആണ് അല്ലെ. പ്രസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ജേർണലിസ്റ്റുകളാണ്. ഗ്രൂപ്പ് ഓഫ് ജേർണലിസ്റ്റുകൾക്ക് നമുക്ക് പ്രസ് എന്ന് പറയാം. അപ്പൊ ഇതൊക്കെ വൊക്കാബുലറി പാർട്ട് വരുന്ന കേട്ടോ, ചോദ്യങ്ങൾ രീതി വരുന്നതിൻ്റെയാണ്. നമുക്ക് കുറെ കളക്റ്റീവ് നൗണുകളെ പരിചയപ്പെടാം കേട്ടോ ഇന്ന്. നോക്കിയേ, ആർട്ടിസ്റ്റുകൾ. ആർട്ടിസ്റ്റ് ഞാൻ ഇന്ന് വീഡിയോയിൽ ഒന്ന് ഓഫ് ആക്കാം തൽക്കാലത്തേക്ക്, ക്ലാരിറ്റിക്ക് വേണ്ടി. ഇത് കണ്ടോ, കുറച്ചുകൂടി വലുപ്പത്തിൽ ഞാൻ വെക്കാതെ.
ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റുകളെ നമ്മൾ വിളിക്കും ട്രൂപ്പ് എന്ന് വിളിക്കും. എ ട്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ് അല്ലെ, ഒരു ട്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ടിസ്റ്റുകളുടെ കൂട്ടത്തിനാണ് ട്രൂപ്പ് എന്ന് പറയാം. ഇനി ഗ്രൂപ്പ് ഓഫ് ബെൽസ്, ബെൽസിന്റെ കൂട്ടത്തിന്, മണികൾ അല്ലെ, മണികളുടെ കൂട്ടത്തിൽ നമ്മൾ പറയും പീൽ, PAL. ബേർഡ്സിന്റെ കൂട്ടത്തിൽ നമുക്ക് ഫ്ലോക്ക് എന്നും പറയാം, ഫ്ലൈറ്റ് എന്നും പറയാം. ബേർഡ്സിന്റെ കൂട്ടത്തിൽ, ബേർഡ്സിന്റെ കൂട്ടത്തിന് പറയുന്ന പോലെ തന്നെ ഷീപ്പിന്റെ കൂട്ടത്തിൽ നമ്മൾ ഫ്ലോക്ക് പറയും കേട്ടോ. ഫ്ലോക്ക് ഷീപ്പിനും പറയും. ഷീപ്പില്ലേ, ഷീപ്പിന്റെ കൂട്ടത്തിൽ നമ്മൾ കണ്ടോ, ഷീപ്പിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് പറയും, ഫ്ലോക്ക് എന്ന് പറയാം. ബേർഡ്സിന്റെ കൂട്ടത്തിന് ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് പറയാം, ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സും പറയാം. അപ്പൊ രണ്ടും ഉണ്ടാവും, അതിൽ രണ്ടും കറക്റ്റാണ്. രണ്ടും കൂടെ ഓപ്ഷനിൽ ഉണ്ടാവില്ല, അതാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായി. പിന്നെ ചിക്കൻസിന്റെ കൂട്ടം നമ്മൾ ബ്രൂഡ് എന്നാ പറയാം. ഡയറക്ടേഴ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പറയാറില്ല നമ്മൾ. അതുപോലെ ഫിഷിന്റെ കൂട്ടത്തിന് സ്കൂൾ എന്ന് അല്ലെങ്കിൽ ഷോൾ എന്ന് പറയാം, SHOAL, ഷോൾ. ഫ്ലവേഴ്സിന്റെ കൂട്ടത്തിന് ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് അല്ലെ, ഒരു ബഞ്ച്, ഒരു കൂട്ടം ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയാം. ഗ്രേപ്സിന്റെ കൂട്ടത്തിന് ക്ലസ്റ്റർ എന്നും പറയാം, ബഞ്ച് എന്ന് പറയാം. ഒരു പിടി, ബഞ്ച് എന്ന് പറഞ്ഞിട്ട് പിടി അല്ലെ, ഒരു പിടി ഫ്ലവേഴ്സ് എന്ന് പറയാം, ഒരു പിടി ഗ്രേപ്സ് എന്ന് പറയാം. അതല്ലാതെ ക്ലസ്റ്ററും പറയാം കേട്ടോ, ക്ലസ്റ്റർ ഓഫ് ഗ്രേപ്സും കറക്റ്റ് ആണ്. പിന്നെ ഹെയർസ്, ഹെയർസ് എന്താണെന്ന് അറിയാമോ, കാട്ടുമുയലിനാണ് ഹെയർസ് പറയാം. ഹെയർസിന്റെ കൂട്ടത്തിന് നമ്മൾ ഡൗൺ എന്ന് പറയാം, ഡൗൺ, DOWN, ഡൗൺ ആണ് ഹെയർസിന്റെ കൂട്ടം പറയാം കേട്ടോ. ജഡ്ജസ്, നമ്മുടെ ജഡ്ജസിന്റെ കൂട്ടത്തിന്, ഈ എന്താ പറയാ, നമ്മൾ ജഡ്ജിമാരുടെ കൂട്ടത്തിന് നമ്മൾ എന്ത് പറയാം, ബെഞ്ച് അല്ലെ, ബെഞ്ച് ഓഫ് എന്ന് പറയും അല്ലെ, നമ്മൾ ഇന്ന ബെഞ്ച് ഓഫ് ജഡ്ജസ് ആ പറയാം, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് എന്നൊക്കെ നമ്മൾ പറയുന്നിട്ടില്ലേ ആ സാധനം. കീയുടെ കൂട്ടം, കീസിന്റെ കൂട്ടത്തിന് ബഞ്ച് പറയാം, ബഞ്ച്. ഇത് ബെഞ്ച്, മറ്റേത് ബഞ്ച് കേട്ടോ, ബഞ്ച്. ഒരു കൂട്ടം, നമ്മൾ എന്താ പറയാ, ഒരു ഇത് അല്ലെ, ഒരു ഗ്രൂപ്പ് അങ്ങനെ ഉദ്ദേശിക്കാം, ഒരു കൂട്ടം, ഒരു ഇങ്ങനെ പറയുന്ന. ഇനി ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ പറ്റം, അതാണ് എനിക്ക് ഇടയ്ക്ക് വരാൻ വരുന്നത്. ഫ്ലോക്ക് ഒരു പറ്റം അല്ലെ, ഒരു പറ്റം ഷീപ്പ് എന്ന് പറയും. അങ്ങനെ ലയൺസിന്റെ കൂട്ടത്തിന് പ്രൈഡ് എന്ന് പറയേ. പിന്നെ മങ്കീസിന്റെ കൂട്ടത്തിൽ ട്രൂപ്പ് പറയും. ഈ രണ്ട് ശ്രദ്ധിച്ചോണേ, ആർട്ടിസ്റ്റിന്റെ ട്രൂപ്പാണ്, മങ്കീസിന്റെ ട്രൂപ്പാണ്, പക്ഷെ രണ്ട് ട്രൂപ്പാണ്. TROUP ട്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ നാടക ട്രൂപ്പ് ഒക്കെ നമ്മൾ പറയില്ലേ, ആ ട്രൂപ്പാണ് TROUPE ട്രൂപ്പ് എന്ന് പറയുന്നത്. അതേ സമയത്ത് TROOP ട്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മങ്കീസ് ആണ്, കുരങ്ങന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ട്രൂപ്പ് എന്ന് പറയും കേട്ടോ. അതുപോലെ മ്യൂസീഷ്യൻസ്, നമ്മൾ പറയില്ലേ മ്യൂസിക് ചെയ്യുന്ന ആൾക്കാർ അല്ലെ, മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സോ, മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവരാ പൊതുവെ നമ്മൾ മ്യൂസീഷ്യൻസ് ഉള്ള, അല്ലെ മ്യൂസിക് ചെയ്യുന്ന ആൾക്കാരെ, കമ്പോസ് അങ്ങനെയുള്ള എല്ലാ ആൾക്കാരെയും വിളിക്കുന്ന മ്യൂസീഷ്യൻസാണ്. ഈ മ്യൂസീഷ്യൻസിന്റെ കൂടെ നമ്മൾ ബാൻഡ് പറയും. അതുകൊണ്ടല്ല നമ്മൾ പറയാം മ്യൂസീഷ്യൻസ് കൂടി ചേർന്ന് ഒരു ഗാനമേളയൊക്കെ നമ്മൾ പറയില്ലേ, അതിന് നമ്മൾ എന്ത് വിളിക്കും, ബാൻഡ് എന്നാ പറയാം, ബാൻഡ് കേട്ടോ. ഇനി നട്ട്സ് ഇല്ലേ, നട്ട്സിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്താ വിളിക്കാന്ന് അറിയോ, ക്ലസ്റ്റർ. നമ്മൾ നേരത്തെ കണ്ടു, ഗ്രേപ്സിനും ക്ലസ്റ്റർ എന്ന് പറയാറുണ്ട്, നട്ട്സിനും ക്ലസ്റ്റർ പറയാറുണ്ട്. അടുത്ത ഔൾ, മൂങ്ങകളുടെ കൂട്ടത്തിന് പാർലമെന്റ് എന്ന് പറയും. ഈ മൂങ്ങകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ മൂങ്ങകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈസാണെന്ന് പറയുന്നത്, വൈസ് ഓൾഡ് എന്താ പറയാ, ഔൾ എന്ന് പറയാറ്. അപ്പോൾ ഈ അത്ര വയസ്സായിട്ടുള്ള വിസ്റ്റമുള്ള ആൾക്കാരാണ്, ജ്ഞാനികളായ ആൾക്കാരായിട്ടാണ് ഔൾസിനെ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പാർലമെന്റ് എന്ന് ആ പേര്, നമ്മുടെ ഇതിന് പേര് പാർലമെന്റ് എന്ന് കൊടുക്കാൻ തന്നെ കാരണം, ഒരു കളക്ടർ ഔൾസിന്റെ കൂട്ടത്തിന് പാർലമെന്റ് എന്നൊരു പേരുള്ളത് കൊണ്ടാണ് ആ പേര് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഒന്ന് ഓർത്തു വെച്ചോണം, ഔൾസിന്റെ കൂട്ടത്തിന് പാർലമെന്റ് എന്ന് പറയാം. പ്ലെയേഴ്സിന്റെ കൂട്ടത്തിനും അതുപോലെ ഓക്സന്റെ കൂട്ടത്തിനും, നമ്മൾ കാളകളുടെ കൂട്ടത്തിനും പ്ലെയേഴ്സിന്റെ കൂട്ടത്തിനും ടീം തന്നെ പറയും. ടീം ഓഫ് പ്ലെയേഴ്സ്, ടീം ഓഫ് ഓക്സൻ കേട്ടോ. സെയിലേഴ്സിന്റെ കൂട്ടുന്ന ക്രൂ അല്ലേ, ഷിപ്പിലെ ക്രൂവിനെയാ പറയാം. അപ്പൊ സെയിലേഴ്സിന്റെ കൂട്ടം അല്ലെ എന്ത് പറയും, ക്രൂ എന്ന് പറയും കേട്ടോ. അതുപോലെ ഫ്ലോക്ക്, ഷീപ്പ്, പറ്റം, ഒരു പറ്റം അല്ലെ ഷീപ്പ് എന്ന് പറയാം. ഷീപ്പ് പ്ലൂറലാണ്, അത് ഓർത്ത് വെച്ചാണ്. ഷിപ്സിന്റെ കൂട്ടത്തിന് ഫ്ലീറ്റ് എന്ന് പറയാം. ഷിപ്സിന്റെ കൂട്ടത്തിന് ഫ്ലീറ്റ്, സെയിലേഴ്സിന്റെ കൂട്ടത്തിന് ക്രൂ, ഷിപ്സിന്റെ ഇതിന് ഫ്ലീറ്റ് പറയും. സോൾജേഴ്സിന്റെ കൂട്ടം നമ്മൾ എന്ത് പറയും, ആർമി എന്ന് പറയും കേട്ടോ. ഇത് ഒരുപാടുണ്ട്, നമുക്കെല്ലാം ഒന്ന് നോക്കിവിടാം കേട്ടോ, എല്ലാം നോക്കിവിടാം. കുറേ ഉണ്ട്, കുറച്ചൊക്കെ നമുക്ക് ഓർത്തിരിക്കാം, ചിലതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, സമയം പോലെ. അതുകൊണ്ട് നമ്മൾ ആദ്യമേ ഇത് തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം പിന്നെ നിങ്ങൾക്ക് എപ്പോഴേലുമൊക്കെ മറന്നു പോകാതെ ഇത് ഓർത്ത് റിവൈസ് ചെയ്യാനൊക്കെ ഉള്ളൊരു സമയം കിട്ടും. ഇപ്പോൾ കുറേശ്ശെ ചെങ്ങ പഠിച്ചോളൂ കേട്ടോ. പഠിക്കുന്നതിന് ഗ്രാമർ പഠിക്കുന്നതിനൊക്കെ ഇടയ്ക്ക് പുട്ടിന് വീര പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെച്ചോളാം. ഓക്കെ, അടുത്ത് നോക്കാം. ബീസിന്റെ കൂട്ടത്തിന്, ബീസില്ലേ, ബീസിന്റെ കൂട്ടം നമ്മൾ പറയും സ്വാം എന്ന് പറയും, സ്വാം. അതുപോലെ ഷീപ്പില്ലേ, ഷീപ്പിന്റെ കൂട്ടം നമ്മൾ ഫ്ലോക്ക് പറഞ്ഞില്ലേ, അതേപോലെ ഷീപ്പിന്റെ കൂട്ടം നമുക്ക് ഹേർഡ് എന്ന് പറയാം. ഹേർഡ്, ഒരു കൂട്ടം ഷീപ്പ്.
ഷിപ്സ് ഫ്ലീറ്റ് പറഞ്ഞു, ബേർഡ്സ് ആൻഡ് ഫ്ലോക്ക് പറഞ്ഞു, ഫ്ലൈറ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, പ്രൈഡ് ലയൺസ്, പാക്ക് വുൾസ്, കോളനി ആൻറ്റിന്റെ കൂട്ടത്തിന് കേട്ടോ. പാക്ക് വുൾസിന്റെ കൂട്ടത്തിൽ നമ്മൾ പാക്ക് പറയും കേട്ടോ. വുൾസിന്റെ കൂട്ടത്തിന് ഓർത്ത് വെച്ചോണേ. നമ്മൾ എന്താ പറയാ, ഇവയുടെ കൂട്ടം എന്താ പറയുന്നേ, ഒരു കൂട്ടം എന്താ പറയാ, ഇതാ പറയില്ലേ, എന്താ പറയാ, വുൾഫ് മാത്രമല്ല, പാക്ക് ഓഫ് തീവ്സ് ഉണ്ട്. തീവ്സിന്റെ കൂട്ടത്തിൽ നമ്മൾ പറയും. കാടിന്റെ കൂട്ടത്തിനും നമ്മൾ എന്ത് പറയും, പാക്ക് എന്നാട്ടോ പറയാം. അടുത്ത കോളനി ആൻസിന്റെ കൂട്ടത്തിന് എന്താ പറയാ, ഉറുമ്പുകളുടെ കൂട്ടത്തിന് കോളനി എന്ന് പറയാം. ആക്ടേഴ്സ് ട്രൂപ്പ് ആണ്, ഓർക്ക, ട്രൂപ്പ് ഓഫ് ആക്ടേഴ്സ് ആണ്. TROOP ട്രൂപ്പ് എന്ന് മങ്കീസ്. ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ക്രൂ ഓഫ് സെയിലേഴ്സ്, ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് ആണ്. ബഞ്ച് ഓഫ് ഗ്രേപ്സ്, ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്, കോം ഓഫ് ബനാനാസ്. ബനാനാസ് എന്ന് പറയുന്നത് അല്ലേ, പഴങ്ങളുടെ വാഴപ്പഴങ്ങളുടെ കൂട്ടത്തിന് നമ്മൾ പറയുന്നത് കോം എന്നാണ്. പെയർ ഓഫ് ഷൂസിന് പെയർ എന്ന് പറയും. ബണ്ടിൽ ഓഫ് സ്റ്റിക്സ്, ഒരു കെട്ട് എന്താ പറയാ സ്റ്റിക്കുകൾ എന്ന് പറയാം. പിന്നെ എംപ്ലോയീസിന്റെ കൂട്ടത്തിൽ വരുന്ന ഒരു കളക്ഷനാണ് സ്റ്റാഫ് കേട്ടോ. അതുപോലെ റൈറ്റേഴ്സ്, പ്രശ്നം ഉണ്ടാക്കുന്ന റിബൽസ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ഇല്ലേ, അവരുടെ മോബ് നമ്മൾ പറയും. ദ മോബ് അല്ലെ, നമ്മൾ ഡിസ്ട്രോയ് ദ ബിൽഡിംഗ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ കേട്ടിട്ടില്ലേ, ആ സാധനം. മൗണ്ടൻസിന്റെ കൂട്ടത്തിന് റേഞ്ച് എന്ന് പറയാം. മൗണ്ടൻ റേഞ്ചസ് എന്നൊക്കെ നമ്മൾ കേട്ടില്ല, ആ സാധനം. മൗണ്ടന്റെ കൂട്ടത്തിന് നമ്മൾ റേഞ്ച് എന്ന് പറയും. ക്ലോത്ത്സ്, വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഔട്ട്ഫിറ്റ് എന്ന് പറയും. ട്രൈബ് എന്നാണ് നേറ്റീവ്സിന്റെ കൂട്ടത്തിൽ പറയാം. നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ ട്രൈബ് എന്ന് പറയും. ട്രൈബ് കേട്ടോ. അതുപോലെ എ ബാൻഡ് ഓഫ് പിൽഗ്രിംസ്, നമ്മൾ പറയില്ലേ ഒരു ഗ്രൂപ്പ് ഓഫ് ഇവരെ പറയുന്ന പിൽഗ്രിംസിന് നമ്മൾ പറയുന്ന പേരാണ് എ ബാൻഡ് ഓഫ് പിൽഗ്രിംസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നോക്കുക, ബെവി ഓഫ് ഗേൾസിന്റെ കൂട്ടത്തിന് ബെവി എന്ന് പറയും. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എല്ലായിടത്തും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ബഞ്ച് ഓഫ് കീസ് പറഞ്ഞിരുന്നു, ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് പറയാം. ക്ലാസ് ഓഫ് സ്റ്റുഡൻസിന്റെ കൂട്ടത്തിൽ നമ്മൾ ക്ലാസ് എന്നാ പറയാം, നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്താൽ. ക്ലസ്റ്റർ ഓഫ് വേർഡ്സിന്റെ കൂട്ടത്തിൽ ക്ലസ്റ്റർ എന്ന് പറയാം കേട്ടോ. കമ്മിറ്റി ഓഫ് മെമ്പേഴ്സ്, കമ്മിറ്റിയാണ് മെമ്പേഴ്സിന്റെ കൂട്ടത്തിൽ പറയാം. എ ഫോൾ ഓഫ് സ്നോഫോൾ എന്ന് പറയില്ലേ, അതാണ് ഫോൾ ഓഫ് സ്നോ എന്ന് പറയാം. അതുപോലെ ഫ്ലീറ്റ് ഓഫ് ഷിപ്പിന്റെ കൂട്ടത്തിന് ഫ്ലീറ്റ് പറയും. ബേർഡ്സിന്റെ കൂട്ടത്തിന് ഫ്ലോക്ക് എന്നും പറയും, ഫ്ലൈറ്റ് എന്നും പറയും അല്ലെ. ഷീപ്പ് ഫ്ലോക്ക് പറഞ്ഞു. ഗാലക്സി ഓഫ് സ്റ്റാർസിന്റെ കൂട്ടത്തിൽ നമുക്ക് ഗാലക്സി പറയാം. അതുപോലെ ഗാങ് ഓഫ് ബാൻഡിറ്റ്സ് കൊള്ളക്കാർ അല്ലെ, കൊള്ളക്കാരെന്നല്ല നമ്മൾ പറയാം, ഗാങ് എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ, സോറി ഞാനിവിടെ പാക്ക് ഓഫ് തീവ്സ് അല്ല കേട്ടോ, പാക്ക് ഓഫ് കാർഡ്സ് മാത്രം ഉണ്ടായിരുന്നു. പാക്ക് ഓഫ് കാർഡ്സ് ആയിരുന്നു, ഇവിടെ മാറിപ്പോയതാണ് എനിക്ക്, സോറി. ഇതൊന്ന് ഞാൻ തിരുത്തിക്കോട്ടെ. കാര്യം ഇവിടെ ഗാങ് ഓഫ് ബാൻഡിറ്റ്സും പറയാം, ഗാങ് ഓഫ് തീവ്സും പറയാം. തീവ്സിന്റെ കൂട്ടത്തിലും ഗാങ് ഓഫ് ബാൻഡിറ്റ്സ് കവർച്ചക്കാരും, അതുപോലെ തന്നെ നമ്മുടെ തീവ്സ് കള്ളന്മാരുടെ കൂട്ടത്തിലും എന്താ പറയാ, ഗാങ് എന്ന് പറയാം, ഗാങ് ഓഫ് ആൾക്കാരെന്നാ പറയാം. പിന്നെ പാക്ക് ഓഫ് കാർഡ്സ്, റീം ഓഫ് പേപ്പറിന്റെ കൂട്ടത്തിന് റീം എന്നാ പറയാ കേട്ടോ. ഫിലിമിന്റെ കൂട്ടത്തിന് റീല് നമ്മൾ പറയില്ലേ, ഇൻസ്റ്റയിൽ റീൽ ഇട്ടുക എന്നൊക്കെ പറയില്ലേ, അത് ആ റീല്, അത് ഫിലിമിനെയാണ് റീൽ എന്ന് പറയാം. പിന്നെ ക്ലബ്സ്, സെറ്റ് ഓഫ് ക്ലബ്സ് ആണ്. ക്ലബ്സിന്റെ കൂട്ടത്തിന് സെറ്റ് പറയും. ഗ്രെയിനിന്റെ കൂട്ടത്തിന് ഷീഫ് എന്ന് പറയും. വുഡിന്റെ കൂട്ടത്തിന് സ്റ്റാക്ക്, ഒരു അടുക്ക് അല്ല, വുഡ് അടുക്കി വെക്കുക, അടുക്ക് ഓഫ് വുഡ് എന്ന് പറയാം, സ്റ്റാക്ക് ഓഫ് വുഡ്. പിന്നെ സ്ട്രിങ് ഓഫ് പേൾസ്, മുത്തുകൾ സ്ട്രിങ് ആയിട്ട് വെക്കുക, സ്ട്രിങ് ആയിട്ട് കേട്ടോ. അപ്പോൾ സ്ട്രിങ് ഓഫ് പേൾസ് ആണ്. വാഡ് ഓഫ് നോട്ട്സ് ആണ്, വാഡ് ഓഫ് നോട്ട്സ്. പാക്ക് ഓഫ് കാർഡ്സ് നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ അതുപോലെ തന്നെ പാക്ക് ഓഫ് വുൾസ് നമ്മൾ കണ്ടില്ലേ. പാക്കറ്റ് ഓഫ് ലെറ്റേഴ്സിന്റെ കൂട്ടത്തിന് പാക്കറ്റ് എന്ന് പറയും. പെയർ ഓഫ് ഷൂസ്, ഹീപ്പ് ഓഫ് റബ്ബിഷ്, നമ്മൾ പറയില്ലേ ഈ എന്താ പറയാ, കൂന കൂട്ടി വെക്കില്ല നമ്മൾ, എന്തിനാ പറയുന്നേ, എന്താ പറയാ, റബ്ബിഷ് എന്ന് പറയുമ്പോൾ ട്രാഷ് അല്ലേ, റബ്ബിഷ് എന്ന് പറഞ്ഞാൽ ട്രാഷ്, വേസ്റ്റ് നമ്മൾ ഇത് പറയില്ല, അതിനാണ് കേട്ടോ പറയാം. പിന്നെ ഇല്ലേ ഒരു കാര്യം കൂടെ വിട്ടുപോയി, കാർഡ്സിന് മാത്രമല്ല കേട്ടോ, വുൾസിനും പാക്ക് പറയും, വുൾസ്. പിന്നെ ഹൗണ്ടുകൾക്കും അല്ലേ, വേട്ടനായ്ക്കളെ ഹൗണ്ടുകൾ എന്ന് പറയാം, ഹൗണ്ടുകളെ പാക്ക് എന്ന് പറയാം, ഹൗണ്ട്സ്, വുൾസ്, കാർഡ്സ്, അതിനെല്ലാം പാക്ക് എന്ന് പറയാം. പിന്നെ ലൈബ്രറി ഓഫ് ബുക്സ്, ആൻ ഔട്ട്ഫിറ്റ് ഓഫ് ക്ലോത്ത്സ്, പാക്ക് ഓഫ് തീവ്സ് നമ്മൾ കണ്ടു നേരത്തെ, പാക്ക് ഓഫ് കാർഡ്സ്, പാക്കറ്റ് ഓഫ്
ലെറ്റേഴ്സ്, പിന്നെ പെയർ ഓഫ് ഷൂസ്, ക്യൂർ ഓഫ് ആരോസ് കേട്ടോ, ഓർത്ത് വെച്ചോ. ക്യൂർ ഓഫ് ആരോസ് ആണ്. പിന്നെ പെയർ ഓഫ് ഷൂസ് നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ ഞാൻ കണ്ട പാക്ക് ഓഫ് വുൾസ് പോലെ പാക്ക് ഓഫ് തീവ്സും കറക്റ്റ് തന്നെയാണ് കേട്ടോ, തെറ്റില്ല. പക്ഷെ എന്താ ഗാങ് ഓഫ് തീവ്സ് എന്ന് പറയും, പാക്ക് ഓഫ് തീവ്സ് എന്ന് പറയും. അതാണ് വ്യത്യാസം. പിന്നുള്ളത് റേഞ്ച് ഓഫ് മൗണ്ടൻസ്, റീം ഓഫ് പേപ്പർ, റീൽ ഓഫ് ഫിലിം, സെറ്റ് ഓഫ് ക്ലബ്സ്, സ്റ്റാഫ് ഓഫ് എംപ്ലോയീസ്, സ്ട്രിംഗ് ഓഫ് പേൾസ്, വാർഡ് ഓഫ് നോട്ട്സ്, അജണ്ട ഓഫ് ടാസ്ക്, ടാസ്കുകളുടെ കൂട്ടത്തിന് അജണ്ട എന്ന് പറയും. ആന്തോളജി ഓഫ് പോംസ്, പോംസിന്റെ കൂട്ടത്തിന് ആന്തോളജി പറയും. അതുപോലെ പ്രോസിന്റെ കൂട്ടത്തിന്, പ്രോസും പോംസിനും കൂട്ടത്തിന് ആന്തോളജി എന്നാണ് നമ്മൾ പറയാം. ഇനിയുള്ളത് ബീസിന്റെ കൂട്ടത്തിന് സ്വാം എന്ന് പറയും. സ്വാം ഒരു എന്താ പറയാ, ഒരു കൂട്ടം മൊത്തമുള്ള ബീസിന് നമ്മൾ പറയുന്നതാണ് സ്വാം. സ്വാം ഓഫ് ബീസ്. പിന്നെ ടവർ ഓഫ് ജിറാഫ്സ്, ട്രിപ്പ് ഓഫ് ഗോഡ്സ്, ഗോഡ്സിന് ട്രിപ്പ്, TRIP, പോവാണ്. പണ്ട് ഒരു കഥയൊക്കെ ഉണ്ടല്ലോ, 3 ആടുകൾ ട്രിപ്പ്, 3 ആടുകളുടെ യാത്ര പോകുന്ന ഒരു കഥയില്ലേ, അതുപോലെ ട്രിപ്പ് ഓഫ് ഗോഡ്സ് ഓർത്ത് വെക്കുക, ഗോഡ്സിന്റെ കൂട്ടം. അതുപോലെ പൊക്കം ഉയരം കൂടുതലായതുകൊണ്ട് നമുക്ക് ജിറാഫ്സിന്റെ കൂട്ടം നമുക്ക് എന്ത് കൊടുക്കാം, വൈരം കൊല്ലേ, അപ്പൊ നമുക്കത് കൊടുക്കാം ടവർ ഓഫ് ജിറാഫ്സ് എന്നുള്ളത് കൊടുക്കാം കേട്ടോ, ആലോചിച്ച്. അതുപോലെ ഡോൾ ഓഫ് ഡവ്സ് ആണ്. ഡവ്സ് ഈ വെള്ളപ്രാവുകളില്ലേ, നമ്മൾ ഈ സമാധാനത്തിന്റെ ഇതായിട്ട് നമ്മൾ ഡവ്സ് പറയും, അവരെ നമുക്ക് വിളിക്കാം ഡോൾ, DOLE, ഡോൾ. ഫ്ലട്ടർ ഓഫ് ബട്ടർഫ്ലൈസ്, ഫ്ലട്ടർ ശരിക്കും ഈ ബട്ടർഫ്ലൈസിന് ചിറകടിക്കുന്ന ഒച്ചയ്ക്കും ഫ്ലട്ടർ എന്ന് പറയുന്നത്. സോ ബട്ടർഫ്ലൈസിന്റെ കൂട്ടത്തിനും ഫ്ലട്ടർ എന്ന് പറയും. കോൺവക്കേഷൻ ഓഫ് ഈഗിൾസ്, ഈഗിൾസ് കോൺവക്കേഷൻ, ഒരു നമ്മൾ കോൺവക്കേഷൻ സെറമണി എന്നൊക്കെ പറയുന്ന പോലെ ഈകളുടെ കൂട്ടത്തിന് അത്യാവശ്യം ഒരു അടുക്കും ചുറ്റുള്ള ജീവിതം ആയതുകൊണ്ട് നമുക്ക് അത് ഓർക്കാം, കോൺവക്കേഷൻ ഓഫ് ഈഗിൾസ്. ആൻഡ് എക്സോൾട്ടേഷൻ ഓഫ് ലാക്സ്, ലാക്സ് അറിയില്ലേ, സ്കൈലാക്സ് പാട്ട് പാടുന്ന പക്ഷികളാണ്, അവർ ഭയങ്കര സന്തോഷത്തോടെ പാട്ട് പാടുക, അതുകൊണ്ട് തന്നെ അവയുടെ കൂട്ടത്തിന് എക്സോൾട്ടേഷൻ, എക്സോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ്. അപ്പോൾ എക്സോൾട്ടേഷൻ ഓഫ് ലാക്സ് ഗ്രൂപ്പിന് പറയുന്നത് എക്സോൾട്ടേഷൻ ആണ്. പിന്നെ യോക്ക് ഓഫ് ഓക്സൻ, ഓക്സന്റെ കൂട്ടത്തിന് യോക്ക്, YOK, യോക്ക് പറയാം. കെനൽ ഓഫ് ഡോഗ്സ്, ഡോഗ്സിന്റെ കൂട്ടത്തിന് കെനൽ പറയാം. സ്റ്റുഡിയോ ഓഫ് ഹോഴ്സസ് പറയാം, ഹോഴ്സസിന്റെ കൂട്ടത്തിന് സ്റ്റുഡിയോ എന്ന് പറയാം. ബീപ്പ് ഓഫ് ലാക്സ് എന്ന് പറയാം കേട്ടോ. എക്സോൾട്ടേഷൻ പോലെ ബീപ്പ് സൗണ്ട്, എല്ലാം മ്യൂസിക്കൽ സൗണ്ടുമായിട്ട് റിലേറ്റഡ് ആണല്ലോ, അതുകൊണ്ട് ബീപ്പ് ഓഫ് ലാക്സ് പറയാം. ട്രൂപ്പ് ഓഫ് കാംഗറൂസ്, മങ്കി നമ്മൾ പറഞ്ഞല്ലോ, മങ്കീസിനും കൂട്ടത്തിൽ നമ്മൾ എന്താ പറയുന്നത്, ട്രൂപ്പ് പറയും. അതുപോലെ കാംഗറു, കങ്കാരു എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നത്, കാംഗറുവിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് പറയും, ട്രൂപ്പ് എന്ന് പറയും. കോളനി ഓഫ് ബാറ്റ്സ്, നമ്മൾ കോളനി ഓഫ് ആൻസ് പറഞ്ഞില്ലേ, ആൻറ്റുകളുടെ കൂട്ടത്തിന് അല്ലെ, ഉറുമ്പുകളുടെ കൂട്ടത്തിൽ നമ്മൾ എന്താ പറയുക, കോളനി എന്ന് പറയാന്ന് പറഞ്ഞു. അതിൽ ബാറ്റുകളുടെ കൂട്ടത്തിന് നമുക്ക് എന്ത് വിളിക്കാം, കോളനി എന്ന് വിളിക്കാം. A party of friends, ഫ്രണ്ട്സിന്റെ കൂടി എല്ലാവരും കൂടി ചേർത്ത് നമ്മൾ എന്ന് വിളിക്കുന്നത്, പാർട്ടി വിളിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് പറയാം a party of friends എന്ന് പറയാം കേട്ടോ. ഇങ്ങനെയാണ് ഇതിന്റെ യൂസേജ്. ഒരുപാടുണ്ട് നോട്ട്സ്. സ്വാം ഓഫ് ആൻസ് പറയില്ല കേട്ടോ ഷംന, സ്വാം ഓഫ് ആൻസ് പറയില്ല. സ്വാം ഓഫ് ഇൻസെക്ട്സ് ഒക്കെ പറയാം നമുക്ക്, ബീസിന് കൂട്ടത്തിന് പറയാം. പിന്നെ അതുപോലെ ചെറിയ ചെറിയ പെസ്റ്റുകളുടെ ഒക്കെ കൂട്ടില്ല, അങ്ങനെയുള്ളത് തന്നെയാണ് നമ്മൾ പറയാം കേട്ടോ. ഈ ഓർത്താൽ മതി, ബീസ് അങ്ങനെയുള്ള നമുക്ക് അവയൊക്കെയാണ് നമ്മൾ സ്വാം എന്ന് പറയാം. നമ്മൾ ആൻറ്റുകളുടെ കൂട്ടത്തിന് കോളനി പറയും. പിന്നെ അതേ ഉള്ളൂ, കോളനിയാണ് മെയിനായിട്ട് നമ്മൾ ആൻറ്റ് പറയാം, വേറെ സ്വാം ഓഫ് ആൻസ് പറയാറില്ല. യെസ്, എ പാക്ക് ഓഫ് വുൾസ് നേരത്തെ കണ്ടു. ഹേർഡ് ഓഫ് കൗസ്, കൗസിന്റെ കൂട്ടത്തിന് ഹേർഡ് എന്ന് പറയാം, ഹേർഡ് കേട്ടോ. സ്കൂൾ ഓഫ് ഫിഷ്, ഷോളും പറയാം, SHOAL ഷോളും പറയാം. ഫ്ലീറ്റ് ഓഫ് ബോട്ട്സ്, നമ്മൾ നേരത്തെ അല്ലേ ഫ്ലീറ്റ് ഓഫ് ഷിപ്പ് പറഞ്ഞു, ഷിപ്പിന്റെ കൂട്ടത്തിനും ഷിപ്സിന്റെ കൂട്ടത്തിനും ഫ്ലീറ്റ് ആണ്. അതുപോലെ ബോട്ട്സിന്റെ കൂട്ടത്തിനും അല്ലെ, വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നവയല്ലേ, അപ്പൊ നമുക്ക് അതിനെ ഫ്ലീറ്റ് എന്ന് കൊടുക്കാം, ഒരു ഇത് ഫ്ലീറ്റ്. സ്റ്റഡ് ഓഫ് ഹോഴ്സസ്, സ്റ്റുഡിയോ പറഞ്ഞ പോലെ സ്റ്റഡ് ഓഫ് ഹോഴ്സസ് പറയും. A family of deer, ഡിയറിന്റെ കൂട്ടത്തിന് കുടുംബം എന്ന് പറയാം, ഫാമിലി കേട്ടോ. A litter of kittens, കിറ്റൻസിന്റെ കൂട്ടത്തിന് ലിറ്ററിയ, ലിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ ഡോണ്ട് ലിറ്റർ എന്ന് പറയും, ലിറ്റർ ഒരു വേർബും ഉണ്ട്. ലിറ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ ചെറിയ ചെറിയ വേസ്റ്റ് ഒക്കെ ഇങ്ങനെ ഇടുക അല്ലെ, പേപ്പറൊക്കെ കഷ്ണോ അങ്ങനെയുള്ളതൊക്കെ എന്തെങ്കിലും ഉണ്ട് അവിടെ നമ്മൾ വലിച്ചു വാരിയിടുന്നതിനാണ് ലിറ്റർ ചെയ്യാൻ പറയാം. അപ്പൊ ലിറ്റർ ഓഫ് കിറ്റൻസ് ഓർത്ത് വെച്ചത്, കിറ്റൻസ് ഒക്കെ അവിടെ ഇവിടെ വലിച്ചു വാരിയിടുന്ന യൂസേജ് എടുത്ത് വെച്ച് വെക്കാം. ലിറ്റർ ഓഫ് കിറ്റൻസ്, കുഞ്ഞി പൂച്ചകൾ, അതിനെയാണ് കിറ്റൻ അല്ലെ. അപ്പൊ കിറ്റൻസിന്റെ കൂട്ടത്തിന് ലിറ്റർ എന്ന് പറയാം. മങ്കീസ് ടു റൂപ്പ് പറഞ്ഞു, കോളനി ഓഫ് ആൻസ് പറഞ്ഞു. ഗാഗിൾ ഓഫ് ഗീസ്, ഈ ഗീസിന്റെ എന്ന് പറഞ്ഞാൽ ഗൂസില്ലേ, ഗൂസിന് നമ്മൾ പറയും ഗീസിന് സൗണ്ടും ഗാഗിളിംഗ് സൗണ്ടാണ്, അതുകൊണ്ട് തന്നെ ഗാഗിൾ ഓഫ് ഗീസ് എന്നാ പറയാം. GG ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ഡ്രോവ് ഓഫ് പിഗ്സ്, പിഗ്സിന്റെ കൂട്ടത്തിൽ ഡ്രൈവിന്റെ പാസസ് ഡ്രോവ് ഇല്ലേ, അപ്പൊ ഓർത്ത് വെച്ചാൽ മതി പിഗ്സ് ഡ്രൈവ് ചെയ്യുന്നു ഓർത്താൽ, വണ്ടി ഓടിക്കുന്ന പിഗ്സ്. അതുപോലെ നമ്മൾ നേരത്തെ കണ്ടില്ലേ ട്രിപ്പ് ഓഫ് എന്താ പറയാ ഗോട്ട്സ് അല്ലെ, ട്രിപ്പ് പോകുന്ന ഇത് ഗോട്ടുകൾ, അങ്ങനെയൊക്കെ ഇന്ന് മനസ്സിലോർത്താൽ മതി.
പിന്നെ നമ്മൾ നേരത്തെ കണ്ടില്ല ആൻഡുകളുടെ കൂട്ടത്തിന് നമ്മൾ അവർ ആൻഡ് ശ്രദ്ധിച്ചു, ആർമി ഓഫ് കോളനി ഓഫ് ആൻഡ്സ് പോലെ ആർമി ഓഫ് ആൻഡ്സും പറയാറുണ്ട്. അതുപോലെ ആർമി ഓഫ് ക്രാബ്സും ഉണ്ട്. ഇവർക്കൊരു അച്ചടക്കമായ രീതിയിൽ ഒരേ ശൈലിയിലുള്ള പോക്കുണ്ട്. ആ ക്രാബ് ബാക്കോട്ട് നടക്കുക പറയില്ലേ, അതുപോലെ മക്കളും അത് കണ്ടിട്ട് ബാക്കോട്ട് നടക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആർമി ഓഫ് ക്രാബ്സ് ഓർത്തൊക്കെ ഒരേ അടക്കത്തിൽ പോകുന്നു. കോൺഗ്രസ് ഓഫ് റൂക്സിന്റെ കൂട്ടത്തിന് കോൺഗ്രസ് എന്നാ പറയാം. ബെവി നമ്മൾ ഗേൾസിന്റെ കൂട്ടത്തിന് ബെവി എന്ന് പറയാം. അതുപോലെ അരയന്ന നട എന്നപ്പോൾ നമ്മൾ പറയില്ലേ, അരയന്ന നടയാണല്ലേ സ്ത്രീകളുടെ നടത്തത്തിന് അരയന്ന നട എന്ന് പറയാറുണ്ട്. അതുപോലെ അന്നനട അല്ലെ, അതുപോലെ. അപ്പം ആ ഒരു ഇത് വെച്ച് കണക്ട് ചെയ്യാം. ബെവി ഓഫ് ഗേൾസും ഉണ്ട്, ബെവി ഓഫ് സ്വാൻസും ഉണ്ട്. സ്വാൻസ് എന്ന് പറഞ്ഞാൽ അരയന്ന കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെച്ചോ. അടുത്തത് പാർലമെന്റ് ഓഫ് ഫോൾസ് കണ്ടു. പേൾ ഓഫ് ബെൽസ്, പേൾ അല്ല പീൽ ഓഫ് ബെൽസ്. അതുപോലെ തന്നെ സ്ട്രിങ് ഓഫ് പേൾസ്, പോഡ് ഓഫ് വെയിൽസ്. വെയിൽസിന്റെ കൂട്ടത്തിന് പോഡ് പറയാം, വെയിൽസിന്റെ കൂട്ടത്തിന് പോഡ് കേട്ടോ. വെയിൽസ് മാത്രമല്ല, നമുക്ക് ഒരു ഡോൾഫിൻസിന്റെ കൂട്ടത്തിന്. പിന്നെ ഹേർഡ് ഓഫ് കൗസ് മാത്രമല്ല കേട്ടോ, നമുക്ക് ഹേർഡ് ഓഫ് അനിമൽസിന്റെ കൂട്ടത്തിന് മൊത്തത്തിൽ നമുക്ക് ഹേർഡ് എന്ന് പറയാം. അതൊന്നും ഇട്ടുള്ളതിരിക്കാം. അനിമൽസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലേ, അപ്പൊ അനിമൽസ് വിടാം. കാറ്റിൽ കൊടുക്കാം. കാറ്റിൽ കുറച്ചുകൂടെ ഒരു ചോദിച്ചിട്ടുള്ള പീസ്. കാറ്റിൽ കന്നുകാലികളുടെ കൂട്ടം നമുക്ക് എന്ത് വിളിക്കാം, ഹേർഡ്. കൗസിന്റെ കൂട്ടത്തിനും കാറ്റിന്റെ കൂട്ടത്തിനും നമുക്ക് ഹേർഡ് കൊടുക്കാം കേട്ടോ. പിന്നെ ഫ്ലോക്ക് ഓഫ് സീഗൾസ് നമ്മൾ പറഞ്ഞേ, ഫ്ലോക്ക് ഓഫ് ഷീപ്പ് പറയുന്നു, അതുപോലെ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് പറയുന്നു, അതുപോലെ ഫ്ലോക്ക് ഓഫ് സീഗൾസ് കേട്ടോ. കടൽ കാക്കകൾക്കാണ് നമ്മൾ സീഗൾസ് പറയാം. അതുപോലെ റാഫ്റ്റ് ഓഫ് ഡക്സിന്റെ കൂട്ടത്തിൽ ഡ്രാഫ്റ്റ് എന്ന് പറയാം. സ്കീൻ ഓഫ് ഗീസ്, നമ്മൾ നേരത്തെ ഗാഗിൾ ഓഫ് ഗീസ് പറഞ്ഞ അതുപോലെ സ്കീൻ ഓഫ് ഗീസ് ഉണ്ട്. ഈ രണ്ടും ഗാഗിളും സ്കീനും നമുക്ക് എന്തിനു കൊടുക്കാം, ഗീസിന് കൊടുക്കാം. ക്ലൗഡ് ഓഫ് ഡസ്റ്റ് നമ്മൾ പറഞ്ഞേ, ഈ പൊടിപടലം എന്ന് പറയില്ലേ, അത് പൊടിപടലം. ഈ ഒരു ഇങ്ങനെ ഒരു ക്ലൗഡ് ആയിട്ട് അല്ലെ, അതായത് ഒരു എന്താ പറയാ, ഒരു മൂടി ആയ അവസ്ഥ, അതിനാണല്ലോ പൊടിപടലം പറയാ. ക്ലൗഡ് ഓഫ് ഡസ്റ്റ്, ക്ലൗഡ് അല്ലേ, ഒരു മേഘപാളി പോലെ, അതിനൊരു ക്ലൗഡ് ഓഫ് ഡസ്റ്റ്. ക്ലസ്റ്റർ ഓഫ് കോക്കനട്ട്സിന്റെ കൂട്ടത്തിനും നമുക്ക് ക്ലസ്റ്റർ പറയാം കേട്ടോ. അതുപോലെ കമ്പനി ഓഫ് ആക്ടേഴ്സിന് ട്രൂപ്പ് പറഞ്ഞു, അതുപോലെ കമ്പനിയും നമുക്ക് ആക്ടേഴ്സിന് കൊടുക്കാം. നമ്മൾ ട്രൂപ്പ് TROUPE ട്രൂപ്പ് പറഞ്ഞു അല്ലെ. കോം ഓഫ് ബനാനാസ് കണ്ടു. ഹാർവസ്റ്റ് ഓഫ് വീറ്റിന്റെ കൂട്ടത്തിന് ഹാർവസ്റ്റ് കേട്ടോ പറയാം. പിന്നെ സ്ട്രിങ് ഓഫ് പേൾസ് പറഞ്ഞു അല്ലെ, സ്ട്രിങ് ഓഫ് പോണീസ് അറിയില്ലേ, നമ്മുടെ കുഞ്ഞു കുതിരകൾക്കാണ്, ചെറിയ കുതിരകൾക്കാണ് നമ്മൾ എന്താ പറയാ, പോണികൾ എന്ന് പറയാം. അപ്പൊ ഒരു പോണിയെ മേടിച്ചാലോ എന്ന് പറഞ്ഞില്ല, കുഞ്ഞു കുതിരയാണ്, ചെറിയ കുതിരയാണ്, യങ് വൺ ഓഫ് കുതിര, പോണി പറയും. അപ്പോൾ സ്ട്രിങ് ഓഫ് പോണീസിന്റെ കൂട്ടത്തിലും നമുക്ക് എന്ന് വിളിക്കാം, സ്ട്രിങ് എന്ന് വിളിക്കാം. പിന്നെ ട്രൈബ് ഓഫ് നേറ്റീവ്സ്, ട്രൂപ്പ് ഓഫ് സ്കൗട്ട്സ് ഉണ്ട്. നമ്മൾ നേരത്തെ ട്രൂപ്പ് പറഞ്ഞു TROOP, ആ ട്രൂപ്പ് നമ്മുടെ മങ്കീസിനും കാങ്കറൂസിനും കൂടും. അതുപോലെ സ്കൗട്ടുകളുടെ കൂട്ടത്തിൽ നമുക്ക് ട്രൂപ്പ് എന്ന് പറയാം. പിന്നെ സെയിൽസിന്റെ കൂട്ടത്തിന് ഫിറ്റിംഗ്. സെയിൽസ് എന്നറിയോ, നമ്മുടെ ഈ ഷിപ്പിലൊക്കെ ഉള്ള സെയിൽ, ആ സെയിൽ അല്ലാതെ മറ്റേ SAIL സെയിൽ വിൽപ്പന അല്ല കേട്ടോ. പിന്നെ കാറുകളുടെ കൂട്ടത്തിന് ഫ്ലീറ്റ് പറയാം, ഫ്ലീറ്റ്. പിന്നെ ഫ്ലീറ്റ് ഓഫ് വെഹിക്കിൾസ് അല്ലെ, കാറുകൾ മാത്രമല്ല വണ്ടികളുടെ കൂട്ടത്തിന് ഫ്ലീറ്റ് പറയാം. ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയർസ് നമ്മൾ പറഞ്ഞു നേരത്തെ, ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ് പറഞ്ഞ പോലെ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയർസിന്റെ കൂട്ടത്തിന് ഫ്ലൈറ്റ് പറയാം. ഗാർലൻഡ് ഓഫ് സോണറ്റ്സിന്റെ കൂട്ടത്തിന് ഗാർലൻഡ് പറയാം. ഹേർഡ് ഓഫ് കേർല്യൂ പറയാം. മോബ് ഓഫ് ഡിയർ പറയാം. ഡിയറിന് ഫാമിലി പറഞ്ഞ പോലെ മോബോ അല്ലെ, ഇടയ്ക്ക് വയലന്റ് പറഞ്ഞു ഡിയർ, ഓർത്ത് വെച്ച് മോബ് ഓഫ് ഡിയർ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞേ മോബ് ഓഫ് റൈറ്റേഴ്സ്, മോബ് ഓഫ് ഡിയർ, അതുപോലെ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ക്യൂർ ഓഫ് ആരോസ്, അത് നമ്മളിപ്പോൾ നേരത്തെ കണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ പലതരത്തിലുണ്ട്. ഞാൻ ഒരു കംപ്ലീറ്റ് ലിസ്റ്റോളം ഉണ്ട്. നിങ്ങൾക്ക് പരമാവധി ഇതല്ലാതെ കിട്ടുന്നൊക്കെ പഠിച്ചോളൂ കേട്ടോ. റെപ്പറ്റേറ്റീവ് ആയിട്ട് വരുന്നതൊക്കെ എന്തായാലും ഓർത്ത് വെച്ചോണം. കാരണം കുറെ എണ്ണം എപ്പോഴും PSC ഇടയ്ക്കിടയ്ക്ക് ഇന്ന് ചോദിക്കും, പിന്നെ ഒരു 2-3 എക്സാം കഴിയുമ്പോൾ പിന്നെയും ചോദിക്കും. അങ്ങനെ ഒരു ലെവലുണ്ട് PSCക്ക്. ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചോണം. അത് ഞാൻ കാണിച്ചു തരാം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കാണിച്ചു തരാം. പിന്നെ നമ്മൾ പറഞ്ഞ റെജിമെന്റ് ഓഫ് സോൾജേഴ്സും ഉണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞ ആർമി ഓഫ് സോൾജേഴ്സ് പോലെ റെജിമെന്റ് ഓഫ് സോൾജേഴ്സ് ഉണ്ട്. പിന്നെ ഓഡിയൻസ് ഓഫ് ലിസ്ണേഴ്സ് അല്ലെ, ലിസ്ണേഴ്സിന്റെ കൂട്ടത്തിൽ ശ്രോതാക്കളുടെ കൂട്ടത്തിന് ഓഡിയൻസ് എന്ന് പറയാം. എക്സ്പേർട്ടുകളുടെ കൂട്ടത്തിന് പാനൽ, ലേബറേഴ്സിന്റെ കൂട്ടത്തിനും ഗ്യാങ് എന്ന് പറയട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഗ്യാങ് ഓഫ് എന്താ പറയാ, ബാൻഡിറ്റ്സ് പറഞ്ഞു. അതുപോലെ ഗ്യാങ് ഓഫ് തീവ്സ് പറയാം. അതുപോലെ ഗ്യാങ് ഓഫ് ലേബറേഴ്സും പറയാം. ഫ്ലോക്ക് ഓഫ് ടൂറിസ്റ്റ് ഒരു പറ്റം ടൂറിസ്റ്റുകൾ എന്ന് പറയാം, ഫ്ലോക്ക് ഓഫ് ടൂറിസ്റ്റ്. ഹൈവ് ഓഫ് ബീസിന്റെ അല്ലെ, അവരുടെ ബീസിനെ താമസ സ്ഥലം ഹൈവ് അല്ലേ, അപ്പൊ ഹൈവ് ഓഫ് ബീസ് തന്നെ പറയാം. ഹോസ്റ്റ് ഓഫ് സ്പാരോസ് കേട്ടോ, സ്പാരോസിന്റെ കൂട്ടത്തിൽ നമ്മൾ ഹോസ്റ്റ് എന്ന് പറയാം. പിന്നെ ടീം ഓഫ് ഹോഴ്സസിലെ കുതിരകളുടെ കൂട്ടത്തിന് ടീം എന്ന് പറയാം, ടീം ഓഫ് ഹോഴ്സസ് എന്ന് പറയാം.
പിന്നെ പ്രൈഡ് ഓഫ് ലയൺസ്, സ്റ്റഡ് ഓഫ് ഹോഴ്സസ് പറഞ്ഞ പോലെ ടീമും പറയാം കേട്ടോ. അപ്പം അടുത്ത് നോക്കാം, ഓക്സന്റെ കൂട്ടത്തിലും പറഞ്ഞില്ലേ നമ്മള് ടീം പ്ലെയേഴ്സിന് പറയാന്ന് പറഞ്ഞു, ഓക്സന് പറയാന്ന് പറഞ്ഞു, ഇപ്പോ ഇതിന് പറയാം ഹോഴ്സസിന് പറയാന്ന് പറഞ്ഞു. ഓക്സൻ, പ്രൈഡ് ഓഫ് ലയൺസ് ഒരുപാട് അടുത്ത് കണ്ടു, അത് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്, തിരിച്ചും മറിച്ചും അങ്ങനെ. സൂ ഓഫ് വൈൽഡ് ആനിമൽസ്, വൈൽഡ് ആനിമൽസിന്റെ കൂട്ടം നമ്മൾ വിളിക്കുന്നത് സൂ എന്നാണ്, വൈൽഡ് ആനിമൽസിന്റെ കൂട്ടം കേട്ടോ, സൂ അല്ലെ, അത് കേട്ട് പരിചയമുള്ളതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളി. വിട്ടുപോയിട്ടുണ്ടോ നമ്മള്? എല്ലാം തന്നെ വിട്ടുപോകാതെ പറഞ്ഞിട്ടുണ്ട്. ഇനിയുണ്ട് പാക്ക് ഓഫ് ഹൗണ്ട്സ്, ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിന്റെ ഗ്രൂപ്പ്, ഐലൻഡ് കൂട്ടുകൾക്ക് ഗ്രൂപ്പാ പറയാ. ട്രീസിന്റെ കൂട്ടം ഫോറസ്റ്റ്, പിന്നെ സ്റ്റാമ്പുകളുടെ ഓട്ടോഗ്രാഫ്സിന്റെ ഫോട്ടോഗ്രാഫ്സിന്റെ കൂട്ടത്തിന് ആൽബം എന്നാ പറയാ. ആൽബം ഓഫ് സ്റ്റാമ്പ്സ്, ആൽബം ഓഫ് ഓട്ടോഗ്രാഫ്സ്, ആൽബം ഓഫ് ഫോട്ടോഗ്രാഫ്സ് പറയും. ബാസ്ക്കറ്റ് ഓഫ് ഫ്രൂട്ടും പറയട്ടെ, ഫ്രൂട്ടിന്റെ കൂട്ടത്തിന് ബാസ്ക്കറ്റ്, ഒരു കൊട്ട ഫ്രൂട്ട്. ബൗൾ ഓഫ് റൈസ്, റൈസിന്റെ കൂട്ടം വീറ്റ് ഹാർവെസ്റ്റ് ആണ്, റൈസ് വരുമ്പോൾ ചോറാകുമ്പോൾ ബൗൾ അല്ല ബോൾ, ഇറ്റ്സ് ബോൾ, BOW ബോൾ. ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് കണ്ടു. ചെസ്റ്റ് ഓഫ് ഡ്രോവേഴ്സ് ഇല്ലേ നമ്മുടെ ഈ കബോർഡിലൊക്കെ നമ്മൾ തുറക്കുന്ന ഡ്രോവേഴ്സിന്റെ കൂട്ടുന്ന ചെസ്റ്റ് എന്ന് പറയാം, പെട്ടി, ചെസ്റ്റ് അല്ലെ. പാക്ക് ഓഫ് ലൈസ്, കള്ളത്തരത്തിന്റെ കൂട്ടത്തിൽ നമുക്ക് പാക്ക് എന്ന് പറയാം, പാക്ക് ഓഫ് ലൈസ് എന്ന് പറയാം കേട്ടോ, കള്ളത്തരത്തിന്റെ കൂട്ടത്തിൽ നമ്മൾ പറയുന്നത്. സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കാം. റോൾ ഓഫ് കോയിൻസ്, റോപ്പ് ഓഫ് അനിയൻസ്, അതുപോലെ റോലോ ഓഫ് മണി, റൗണ്ട് ഓഫ് ഡ്രിങ്ക്സ്, ഒരു റൗണ്ട് ഡ്രിങ്ക്സ് വരട്ടെ അല്ലെ, ദിസ് റൗണ്ട് ഈസ് ഓൺ മീ എന്നൊക്കെ പറഞ്ഞ റൗണ്ട് ഓഫ് ഡ്രിങ്ക്സ്. കൊയർ ഓഫ് സിംഗേഴ്സിന്റെ കൂട്ടത്തിന് കൊയർ, പാട്ട് പാടുന്നവരുടെ കൂട്ടത്തിന് കൊയർ ആണ്. മ്യൂസീഷ്യൻസ് ബാൻഡ്, ക്രൂ ഓഫ് സെയിലേഴ്സ്, ബഞ്ച് ഓഫ് ക്രൂക്സ് നേരത്തെ കണ്ടു. ക്രൗഡ് ഓഫ് പീപ്പിൾ പറയും, ക്രൗഡ് ഓഫ് സ്പെക്ടേറ്റേഴ്സ് പറയും കേട്ടോ. ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനും പറയും, ഗ്രൂപ്പ് ഓഫ് സ്പെക്ടേറ്റേഴ്സിനും നമ്മൾ ക്രൗഡ് എന്ന് പറയും കേട്ടോ. കാണികളുടെയും കൂട്ടത്തിന് ക്രൗഡ് പറയാം. അതേസമയത്ത് ലിസ്റ്റേഴ്സിന്റെ കൂട്ടത്തിൽ നമ്മൾ ഓഡിയൻസ് പറയാം. ഗ്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ് എന്നും കൂടെ പറയും. നമ്മൾ നേരത്തെ കണ്ട പോലെ ഡാൻസേഴ്സിനെ ട്രൂപ്പ് പറയുന്ന പോലെ ഡാൻസേഴ്സിന് ഗ്രൂപ്പ് എന്നും പറയാം. ടീം ഓഫ് പ്ലേയേഴ്സ് കണ്ടു, ട്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ് ഉണ്ട്, ഡാൻസേഴ്സ് ഉണ്ട് കണ്ടു, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സ്ലോത്ത്, ബിയേഴ്സിന്റെ കൂട്ടത്തിൽ സ്ലോത്ത് എന്നാ പറയാം. മടിയാ സ്ലോത്ത് എന്ന് പറയുമ്പോൾ, സ്ലോത്ത്ഫുൾ മടിയുള്ള ആള്. ഗിഗിൾ, ഗേൾസിന്റെ കൂട്ടത്തിന് ഗിഗിൾ എന്ന് പറയാം. ഗിഗിൾ ചെയ്യാൻ ചിരിക്കുക പറയില്ല, ഇങ്ങനെ എന്താ പറയാ, അടക്കം പറഞ്ഞ് ചിരിക്കുക പറയില്ല, അതിന് ഗിഗിൾ ചെയ്യാന്ന് പറയാം, ഒരു ചെറിയൊരു ചിരി. അപ്പൊ ഗ്രൂപ്പ് ഓഫ് ഗേൾസിന് ഗിഗിൾ എന്ന് പറയാം. പിന്നെ ലിറ്റർ, LITTER, ലിറ്റർ നമ്മൾ ലിറ്റർ ഉണ്ട്, ഏതാ ലിറ്റർ ചെയ്യുക, കിറ്റൻസിന് പറയും, കപ്സിന് പറയും, പപ്പീസ് എന്ന് പറയും. പൂച്ചകൾക്ക്, നായ്ക്കുട്ടികൾക്ക് കബില്ലേ, അതുപോലെ നമ്മൾ പറയുന്ന കബ്സിനൊക്കെ നമുക്ക് എന്ത് പറയാം, ലിറ്റർ എന്ന് പറയാം കേട്ടോ. അതുപോലെ കോളനി, എന്തിനൊക്കെയാ, ആൻസിന് കോളനി പറയാം, ബാറ്റ്സിന് കോളനി പറയാം, ഫ്രോക്സിന് കോളനി പറയാം കേട്ടോ. ഒരു കോളനി പോലെ ഇവര് ബാറ്റുകളൊക്കെ വന്ന കുറേ ഉണ്ട്, എല്ലാം കൂടി ഒരുപറ്റമായിട്ട് താമസിക്കുക അല്ലെ. ആൻറ്റുകൾ അങ്ങനെയല്ല, ഒരുമിച്ച് താമസിക്കല്ലേ, കോളനി ആയിട്ടല്ല താമസിക്കുന്നത്. ഫ്രോഗുകൾ അങ്ങനെയാ, ഒരുമിച്ച് എല്ലാവരും കൂടി താമസിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവരെ കോളനി ഓഫ് ബാറ്റ്സ്, കോളനി ഓഫ് ആൻസ്, കോളനി ഓഫ് ഫ്രോക്സ് എന്ന് പറയാം. പിന്നെ ബേർഡ്സിന്റെ കൂട്ടത്തിന് ഫ്ലൈറ്റ് പറയുന്നു പറഞ്ഞു. ഡവ്സിന്റെ കൂട്ടം അല്ലേ, അതിന് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, DOL, ഡോൾ ഓഫ് ഡവ്സും ഉണ്ട്, അല്ലാതെ ഫ്ലൈറ്റ് ഓഫ് ഡവ്സും കറക്റ്റാ. പിജൻസ് ഫ്ലൈറ്റ് പറയാം, ഇൻസെക്ട്സിന് ഫ്ലൈറ്റ് പറയാം, അതുപോലെ തന്നെ സ്റ്റേഴ്സിന് ഫ്ലൈറ്റ് പറയാം, നേരത്തെ ഉണ്ടായിരുന്നു. പിന്നെ ബെഞ്ച് നമ്മൾ കണ്ട ജഡ്ജസ് പറഞ്ഞൂടെ, അതുപോലെ ജഡ്ജിമാരുടെയും മജിസ്ട്രേറ്റുമാരുടെ ഇതിനും നമുക്ക് എന്ത് പറയാം, ബെഞ്ച് എന്ന് പറയാം. മജിസ്ട്രേറ്റ്സിന്റെ ഗ്രൂപ്പിന് നമുക്ക് എന്ത് പറയാം, ബെഞ്ച് പറയാം. പിന്നെ ഹെന്നുകളുടെ കൂട്ടത്തിൽ നമ്മൾ ബ്രൂഡ് പറയുന്നു പറഞ്ഞു. ചിക്കന്റെ കൂട്ടത്തിലും ബ്രൂഡ് തന്നെയാട്ടോ, ഹെന്നും ചിക്കനും ബ്രൂഡ് തന്നെ കേട്ടോ, ഓർത്ത് വെച്ചോണം. പിന്നെ ഉള്ളത് ഇങ്ങനെ നമുക്കറിയാം, ഇത് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് അത് ഓർത്തിരിക്കാം, അതൊക്കെ ഒന്ന് കയ്യിലിരുന്നോട്ടെ. അപ്പൊ കളക്ട് നൗണുകൾ എപ്പോഴും ഓർത്താൽ മതി, കോമൺ നൗണുകളുടെ കൂട്ടത്തിനാണ് നമ്മൾ കളക്ട് നൗൺ പറയുന്നത്. ഞാൻ ഇതിന്റെ നൗണ് പറഞ്ഞ ഈ എക്സാമ്പിൾ അടക്കം അല്ലാതെ ഏറ്റവും കൂടുതൽ PSC ചോദിക്കാറുള്ള മേഖലയിൽ നിന്നും ഞാൻ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, ഏതൊക്കെ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെന്നൊക്കെ ഒരു ഐഡിയ കിട്ടുമ്പോൾ ഇറ്റ് വിൽ ബി ഈസി ടു റിമെമ്പർ. അപ്പൊ അത് ഓർത്ത് വെച്ചാൽ. അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ജെൻഡർ ആണേ, ജെൻഡർ. അപ്പൊ നൗണുകളുടെ ജെൻഡർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട പോലെ കോമൺ നൗണുകളിൽ തന്നെ ജെൻഡേഴ്സ് പലതരത്തിലുണ്ട് അല്ലെ. ശരിക്കും കോമൺ നൗണുകളിൽ തന്നെ എന്നല്ല, പൊതുവെ നൗണുകളിൽ പല ജെൻഡേഴ്സ് ഉണ്ട്. 4 ജെൻഡറാണ് ഇംഗ്ലീഷിലുള്ള കേട്ടോ. അതായത് അതിൽ നമുക്ക് 2 ജെൻഡർ ഏറ്റവും മെയിൻ ആയിട്ട് ഓർത്തിരിക്കും. മസ്കുലിൻ ജെൻഡർ പുല്ലിംഗം, ഫെമിനിൻ ജെൻഡർ സ്ത്രീലിംഗം, കോമൺ ജെൻഡർ കോമൺ ആയിട്ട് അല്ലെ, ഈ ജെൻഡറിൽ പെടുന്ന ആണും ഉണ്ട് പെണ്ണും ഉണ്ട്. അങ്ങനെ ഇപ്പോഴും ഒരു ബൈസെക്ഷൽ ആ ലെവലിലാണ് കേട്ടോ, സെക്ഷൽ ആയിട്ട് 2 സെക്ഷൽ ഇത് അല്ലെ. അതുപോലെയാണ് ജെൻഡർ, ഇംഗ്ലീഷിലെ ജെൻഡർ എന്ന് പറയുന്നത്, ലാംഗ്വേജിലെ ജെൻഡർ, അല്ല നമ്മുടെ സോഷ്യൽ കൺസ്ട്രക്ട് ആയ ജെൻഡർ അല്ല. ആ ജെൻഡർ ഇസ് ഡിഫറെന്റ്, ഈ ജെൻഡർ ഇസ് ഡിഫറെന്റ്. ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ജെൻഡർ നമ്മൾ ഗ്രാമറിൽ പറയും. അപ്പോൾ കോമൺ ജെൻഡർ എന്ന് പറഞ്ഞാൽ 2ലും പെടുന്ന ആൾക്കാരാണ്. ന്യൂട്രൽ ജെൻഡർ എന്ന് പറഞ്ഞാൽ 2ലും ഇല്ല, അവർക്ക് ജെൻഡർ ഇല്ല, അതാണ് ന്യൂട്രൽ ജെൻഡർ. ഈ മെറ്റീരിയലുകളല്ലേ, മെറ്റീരിയലുകൾക്ക് അതുപോലെ കളക്റ്റീവ് നൗണുകൾക്കൊന്നും ജെൻഡർ ഇല്ല. എല്ലാ കളക്റ്റീവ് നൗണുകളെന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് അല്ലേ,
ആ ഗ്രൂപ്പുകൾക്ക് ഒരിക്കലും നമ്മൾ ടീമിന് ഒരു ടീം ഓഫ് ഇപ്പോൾ പ്ലെയേഴ്സിൻ്റെ കൂട്ടത്തിൽ ഹോക്കി പ്ലേയേഴ്സ് ഗേൾസ് ടീം ആണെങ്കിലും അതിന് നമ്മൾ ജെൻഡർ കൊടുക്കില്ല. അതുപോലെ തന്നെ എന്താ പറയുക, ഇപ്പം മെയിൽ ആണെങ്കിലും അതിന് മസ്കുലിൻ ജെൻഡർ ഒന്നും കൊടുക്കില്ല. ന്യൂട്രൽ ജെൻഡർ എന്ന് പറഞ്ഞാൽ ജെൻഡർ ഇല്ല. ആ ടീമിന് ഒറ്റ ടീമിന് നമ്മൾ ഇറ്റെന്നോ അല്ലെങ്കിൽ പ്ലൂറലുള്ള ടീമുകൾക്ക് നമ്മൾ ദേ എന്നോ പറയുള്ളൂ, അത്രേ. അല്ലാതെ നമ്മൾ ഒരിക്കലും അവയ്ക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല, ജെൻഡർ കൊടുക്കാൻ പറ്റില്ല. അതേപോലെ കോമൺ ജെൻഡറിലാണെങ്കിൽ നമുക്ക് 2 ജെൻഡറും പോസിബിൾ ആണ്. ഏത് ജെൻഡർ നമുക്ക് പോസിബിൾ ആണ്, അങ്ങനെയാണ് എൻ്റെ ഒരു കഥ. അപ്പോൾ ഇനി നമുക്ക് മസ്കുലിൻ ജെൻഡർ കേട്ടോ. മസ്കുലിൻ ജെൻഡർ പ്രത്യേകത വെച്ചാൽ പുല്ലിംഗം അല്ലേ, നമ്മൾ പുല്ലിംഗം എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ വീഡിയോ ഒന്ന് ക്ലാരിറ്റി കാണാനാണേ, നിങ്ങൾക്ക് കാണാൻ വേണ്ടി. ഓക്കെ, നോക്കി മസ്കുലിൻ ജെൻഡറിലോട്ട് വരികയാണെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് പറഞ്ഞുതരാം. ഈ മസ്കുലിൻ ജെൻഡറിൽ അറിഞ്ഞിരിക്കേണ്ട വെച്ചാൽ ബോയ് എടുത്തോ, മാൻ എടുത്തോ, ഹീറോ എടുത്തോ, ലയൺ എടുത്തോ, ടൈഗർ, പ്രിൻസ്, ഫാദർ ഒക്കെ എടുത്താൽ മെയിൽ ജെൻഡർ പെടുന്ന ആൾക്കാരെയാണ്, മെയിൽ ജെൻഡർ പെടുന്ന ഒരു കാറ്റഗറിയാണ് മസ്കുലിൻ ജെൻഡർ. ഫെമിനിൻ ജെൻഡർ, ഫീമെയിൽ ജെൻഡർ പെടുന്ന ആൾക്കാരെ ഫെമിനിൻ ജെൻഡർ എന്ന് പറയും, ഫീമെയിലിൽ പെടുന്ന ആൾക്കാർ. ഇപ്പോൾ ബോയുടെ ആണെങ്കിൽ ജെൻഡർ നമുക്ക് ഗേൾ പറയാം, മാൻ ആണെങ്കിൽ വുമൺ പറയാം, ഹീറോ ആണെങ്കിൽ ഹീറോയിൻ പറയാം, ലയൺ ആണെങ്കിൽ ലയനസ് പറയാം, ടൈഗർ ആണെങ്കിൽ ടൈഗ്രസ് പറയാം, പ്രിൻസ് ആണെങ്കിൽ പ്രിൻസസ് പറയാം, ഫാദർ ആണെങ്കിൽ മദർ പറയാം അല്ലെ. അത് നോർമലി മസ്കുലിൻ ആൻഡ് ഫെമിനിൻ ജെൻഡറിൽ പെടുന്ന കാര്യങ്ങൾ. പിന്നുള്ളത് കോമൺ ജെൻഡർ ആണ്. കോമൺ ജെൻഡർ എന്ന് പറഞ്ഞാൽ രണ്ടിലും പെടുന്ന, അതിപ്പോൾ ഫെമിനിൻ ജെൻഡറിലും ഉണ്ടാവും, അതുപോലെ തന്നെ മസ്കുലിൻ ജെൻഡറിലും ഉണ്ടാവും. ന്യൂട്രൽ ജെൻഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, 2 ജെൻഡറിലും പെടില്ല. ലൈക്ക് മെറ്റീരിയൽസ് എല്ലാം നോൺ ലിവിങ് ആയിട്ടുള്ള തിങ്സുകൾ പറയില്ലേ, മെറ്റീരിയൽസ് തിങ്സ്, അതിനൊക്കെ നമുക്ക് ഇതിൽ പെടാം, ന്യൂട്രൽ ജെൻഡർ പെടുത്താം. പിന്നെ കളക്റ്റ് നൗൺസ് ഉണ്ടല്ലോ, ലൈക്ക് ഗ്രൂപ്പുകൾ, എല്ലാ ഗ്രൂപ്പുകളും, അതിനൊക്കെ നമുക്ക് ന്യൂട്രൽ ജെൻഡർ പെടുത്താം. നോൺ ലിവിങ് തിങ്സ്, ലോവർ ആനിമൽസ്, ചെറിയ ചെറിയ ആനിമൽസ് അല്ലേ, വലിയ ആനിമൽസ് ആകുമ്പോൾ അവർക്ക് ജെൻഡർ ഉണ്ടേ, മസ്കുലിൻ ജെൻഡർ വേറെ, ഫെമിനിൻ ജെൻഡർ വേറെ, അങ്ങനെ സെപ്പറേറ്റ് ഉണ്ട് അവർക്ക്. പക്ഷെ ന്യൂട്രൽ ജെൻഡർ പെടുന്നത് ചെറിയ ആനിമൽസ് ആണ്, അവർക്ക് പ്രത്യേകിച്ച് ജെൻഡറിലൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ. പിന്നെ ഈ കുട്ടി പറയില്ലേ, ബേബി, ഇൻഫന്റ് അല്ലെ, കുഞ്ഞുങ്ങൾ, ചെറിയ കുഞ്ഞു ടോഡ്ലേഴ്സിനൊക്കെ, അതിനൊന്നും നമ്മൾ ജെൻഡർ കൊടുക്കില്ല. അവരെ നമ്മൾ പൊതുവെ ന്യൂട്രൽ ജെൻഡറിൽ കൊടുക്കുക, അവർക്ക് ജെൻഡർ കൊടുക്കാതെ അവരെ നമ്മൾ ഇറ്റെന്നും ദേ എന്നൊക്കെ പറഞ്ഞാണ് കാറ്റഗറൈസ് ചെയ്യാറ് പൊതുവെ. അപ്പം അങ്ങനെ ഒരു കാര്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചു വെച്ചാൽ നല്ലത്. ഇനി നമുക്ക് അറിയേണ്ടത് മസ്കുലിൻ ജെൻഡറിലും അതുപോലെ തന്നെ ഫെമിനിൻ ജെൻഡറിലുള്ള ചോദ്യങ്ങൾ വരുന്ന മേഖല കാണിച്ചു തരാം. കഴിഞ്ഞ എക്സാമുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നമുക്ക് വന്ന ഒരു ചോദ്യമാണല്ലേ, ബാച്ചിലറിന്റെ ഫെമിനിൻ ജെൻഡർ, അല്ലെങ്കിൽ ചോദിക്കാന്ന് വിചാരിച്ചു ക്വീനിന്റെ മസ്കുലിൻ ജെൻഡർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചോദിക്കുകയും. അപ്പൊ ഇത് നമ്മൾ അറിയണം, ഇവയുടെ ജെൻഡർ നമ്മൾ അറിയണം. ഈക്വലി നമ്മൾ അതിനെപ്പറ്റി ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമാണ്. അപ്പൊ നമുക്ക് നോക്കാം, അങ്ങനെയുള്ളതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ജെൻഡേഴ്സ് നോക്കാം. നമ്മുടെ കിങ് ആണെങ്കിൽ ക്വീൻ, ബുള്ളാണെങ്കിൽ കൗ അല്ലേ, ജെൻഡേഴ്സ് അറിയേണ്ട കാര്യങ്ങൾ. ഡ്രേക്ക്, ഡക്ക്, വിസിറ്റ്, നമുക്ക് വിച്ച് എന്ന് പറയാം, ഡ്രോണ്, ബീഡ് കേട്ടോ കൂട്ടുന്ന, മറ്റേ ബി എന്ന് പറയുന്നത് ഫെമിനിൻ ജെൻഡറും ഡ്രോണ് മസ്കുലിൻ ജെൻഡറും. ലോഡ്, പ്രഭു എന്ന് പറയും, പ്രഭുവിനി, അതാണ് പ്രഭു എന്നാണ് ലേഡിക്ക് പറയാം, ലേഡിയും ലോഡും കേട്ടോ. പിന്നെ ലാഡ്, 10-13 വയസ്സുള്ള 11-13 വയസ്സുള്ള പയ്യനെയാണ് ലാഡ് എന്ന് പറയാം കേട്ടോ. 10-13 വയസ്സുള്ള പെൺകുട്ടിക്ക് നമ്മൾ ലാസ് എന്ന് പറയാം. പിന്നെ അടുത്തതാണ് ഓതർ. ഇങ്ങനെ ഈ RESS വരുന്നത് അല്ലെങ്കിൽ ESS വരുന്ന വാക്കുകളാണ്. ഓതർ, ഓതറസ്, പോയറ്റ്, പോയറ്റസ്, എയർ, എയറസ്, ഹോസ്റ്റ്, ഹോസ്റ്റസ്, മേയർ, മേയറസ്, പ്രീസ്, പ്രീസസ് ഒക്കെ പണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആ സാധനം. പിന്നെ ആക്ട്രസ്, ആക്ടർ, ആക്ട്രസ്, ടൈഗർ, ടൈഗ്രസ്, വെയിറ്റർ, വെയിട്രസ്, ഹണ്ടർ, ഹൺട്രസ്, ട്രേറ്റർ, ട്രേറ്ററസ്, പ്രിൻസ്, പ്രിൻസസ് ഒക്കെ നമ്മൾ പറഞ്ഞ് ഉപയോഗിക്കുന്നതാണ്. പിന്നെ കുറച്ച് അനിമൽസിലോട്ട് വരുമ്പോൾ കുറച്ച് അനിമൽ, അത് നമ്മൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. കോൾട്ട്, ഫിലി ആണ് അതിൻ്റെ ഫെമിനിൻ ജെൻഡർ. സ്റ്റാലിയൻ, മെയർ. ബുൾ അല്ലെങ്കിൽ ഓക്സിന് കൗ ആണ് ഫെമിനിൻ ജെൻഡർ ആയിട്ട് വരിക. ഡ്രോണിന് ബി ആണ്, ഡ്രേക്കിന് ഡക്കാണ്, ഗാൻഡറിന് ഗൂസ് ആണ്, ഗാൻഡർ ഗൂസ് കേട്ടോ. ഓർക്കണേ, കോൾട്ട് മസ്കുലിൻ, ഫെമിനിൻ ആണ് എന്താ പറയാ നമ്മുടെ ഫിലി. സ്റ്റാലിൻ മസ്കുലിൻ ആണ്, മെയർ ഫെമീൽ ആണ്. അത് ഹോഴ്സിന്റെ മെയിലിന് സ്റ്റാലിനും ഫിമെയിലിന് മെയർ എന്ന് പറയാം. കോൾട്ട് ചെറിയ കുതിരയ്ക്ക് മസ്കുലിന് പറയും, ഫില്ലി ഫെമിനിൻ ആയിട്ടുള്ള ചെറിയ കുതിരയ്ക്ക് പറയുന്ന.
ബുള്ളോക്സ് അറിയാം. ഡ്രോൺ ബീന്റെ മസ്കുലിൻ ജെൻഡർ. ഡ്രേക്ക് ഡക്കിന്റെ മസ്കുലിൻ ജെൻഡർ. ഗൂസിന്റെ മസ്കുലിൻ ജെൻഡർ ആണ് ഗാൻഡർ. അതുപോലെ ബക്ക് ചെറിയ എന്താ പറയാ ഡിയറിന്റെ ചെറിയ ഡിയറിന്റെ ഇതാണ് ബക്ക് എന്ന് പറയാം. അതിന്റെ ഫെമിനിൻ ജെൻഡർ ആണ് ഡോ. റാം ആടിന്റെ ചെറുതെങ്ങാണ്ടാണ് റാം എന്ന് പറയുന്നത്. അതിന്റെ ഇതാണ് ഫെമിനിൻ ജെൻഡർ യു എന്ന് പറയും. യു അല്ല യു ട്ടോ, യു എന്ന് അതിന്റെ പ്രൊണൗൺസിയേഷൻ വരിക. പിന്നെ വിസിഡ് വിച്ച് നമ്മളിപ്പോൾ കണ്ടു. മങ്ക് നമ്മളല്ലേ മങ്ക് നമ്മൾ മലയാളത്തിൽ എന്താ പറയുക സന്യാസി. നൺ സന്യാസിനിയാണ് അങ്ങനെയാണ് പറയാം മങ്ക്. ലാഡ് ലാസ് കണ്ടു. ബാച്ചുലർ സ്പിൻസ് കണ്ടു. നെഫ്യൂ നീസ് നെഫ്യൂ അല്ലെ നെഫ്യൂ അനന്തരവൻ പറയും. നീസ് അനന്തരവൾ പറയും അല്ലെ അങ്ങനെയല്ലേ നെഫ്യൂ നീസിന് മലയാളം പറയാം. ഏള് കൗണ്ടസ്. ഏള് എന്ന് പറഞ്ഞ ഒരു രാജാവല്ല, ഒരു പ്രത്യേക ഒരു ഇങ്ങനെ ഒരു കൗണ്ടിയുടെ ഒരു ഇന്ന ഏരിയയുടെ ഹെഡിനെയാണ് നമ്മൾ ഏള് ഭരിക്കുന്ന ആളെ ഏള് പറയും. അതിന്റെ എന്താ പറയാ ഫെമിനിൻ ജെൻഡർ ആണ് കൗണ്ടസ്. പിന്നെ ഡിയർ നമ്മൾ പറഞ്ഞ ഇതുണ്ടല്ലോ നമ്മുടെ മാന്റെ ഫെമിനിൻ ജെൻഡർ ആണ് ഹിൻഡ്. പിന്നെ കോക്ക് നമുക്കറിയാലേ എന്താ പൂവൻ കോഴി, അതിനെയാണ് കോക്ക് എന്ന് പറയാം. ഹെന്നാണ് അതിന്റെ ഫെമിനിൻ ജെൻഡർ അല്ലെ. പെടക്കോഴി മുട്ടയിടുന്ന നമ്മുടെ പെടക്കോഴികളെ നമ്മൾ വിളിക്കുന്നത് എന്താ ഇത് മറ്റേ ഹെൻ എന്ന് വിളിക്കും പെടക്കോഴികൾക്ക്. അതുപോലെ പീകോക്കൻ പീഹൻ ഉണ്ട്. പീകോക്ക് പീഹൻ അല്ലെ. പീകോക്ക് എന്താ പീകോക്ക് ആണ് മയിലിന് പറയും. പീഹൻ അതിന്റെ പെണ്ണ് അല്ലെ. ഇത് കുറവുള്ള പീലി കുറവുള്ളതിനെ നമ്മൾ പറയും പീഹൻ ആണ് കേട്ടോ. രണ്ട് വ്യത്യാസമുണ്ട്, ഇതൊന്ന് ഓർത്ത് വെച്ചോണം. പീകോക്ക് മീഹൻ. അതുപോലെ ഹാർട്ട് റോ. ഹാർട്ട് ഇതുപോലെയുള്ള മാൻ സംഭവം ആണ് ആട് ആ ഒരു ഏരിയ പെടുന്ന. ഹാർട്ടിന് റോ RO. ഡ്യൂക്ക് ഡച്ചസ്. ഡ്യൂക്ക് അറിയാം. ഡ്യൂക്ക് ഇതുപോലെ തന്നെയാണ് നമ്മുടെ എന്താ പറയാ നമ്മുടെ ബൈക്ക് ഡ്യൂക്ക് അല്ല, അല്ലാതെ ഒരു ഇന്ന ഏരിയയുടെ പ്രജാധിപതിയോ അങ്ങനെ പറയുള്ളൂ. അങ്ങനെ ഒരു റൂളറിനെ ഡ്യൂക്ക് എന്ന് പറയും. ഇപ്പൊ ഇല്ല അതിന്. പണ്ടൊക്കെ ആയിരുന്നു ഡ്യൂക്ക് പദവികൾ. ഇപ്പൊ ഡ്യൂക്ക് പദവികൾ കൊടുക്കാറില്ല. ഡ്യൂക്ക് ഡച്ചസ് ഇംഗ്ലീഷുകാരുടെ ആട്ടോ ഇത്. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള കൂട്ട് രാജാവ് രാജ്ഞി പരിപാടികളല്ല. പിന്നെ ബ്യൂ ഭംഗിയുള്ള ഒരു ചെറുക്കനെ ബ്യൂ എന്ന് വിളിക്കും. ഭംഗിയുള്ള പെൺകുട്ടിക്ക് നമ്മൾ ബെല്ലെ പറയും. എംപറർ അറിയാം, രാജാവിനെ പറയുന്നത്. എംപ്രസ് ആണ് രാജ്ഞി അങ്ങനെ ഇരിക്കുന്നത്. അതായത് എംപറർ ചക്രവർത്തി, എംപ്രസ് ചക്രവർത്തിനി അങ്ങനെ. അബോട്ട് അബസ് ആണ്. പിന്നെ മിൽക്ക്മാൻ മിൽക്ക് മെയ്ഡ്. മിൽക്ക് വുമൺ അല്ല, മിൽക്ക് മെയ്ഡ് ആണ്. പിന്നെ ട്രേറ്റർ അല്ലെ, ട്രേറ്റേഴ്സ്. ഹീറോ ഹീറോയിൻ അറിയാം. പിന്നെ ബ്രൈഡ് ഗ്രൂം ബ്രൈഡ് അല്ലെ. ബ്രൈഡ് ഗ്രൂം ബ്രൈഡ് ഗ്രൂം എന്ന് പറയുന്നത്. അതിന്റെ ഫെമിനിൻ ജെൻഡർ ആണ് ബ്രൈഡ്. ജെന്റിൽമാനും ലേഡിയെ പറയാം. അതുപോലെ ലോർഡിനും ലേഡിയെ പറയാം അല്ലെ. നമ്മൾ നേരത്തെ കണ്ടു. ഫിയാൻസെ ഫ്രഞ്ച് പദം ശരിക്കും. ഫിയാൻസ് എന്ന് പറയുന്ന ഒരു ഒരു ഇ ഉള്ളെങ്കിൽ മെയിൽ ആണ്, 2 ഇ ഉണ്ടെങ്കിൽ ഫെമിനിൻ ആണ്. ഓർത്ത് വെച്ചോണം, അതാണ് അതിന്റെ ക്ലൂ. 2 ഇ ഉണ്ടെങ്കിൽ അത് ഫെമിനിൻ ആയി. പിന്നെ ഹെയർ അല്ല, അതിന് പ്രൊനൗൺസിയേഷൻ ഇസ് എയർ. എച്ച് സൈലന്റ് ആണ്. എയർ എയറസ്. അവകാശിക്കാണ് എയർ എന്ന് പറയാം, അവകാശിനിക്കാണ് എയറസ് എന്ന് പറയാം. ബോയ് ഗേൾ, ബ്രദർ സിസ്റ്റർ, ഫാദർ മദർ, ഹസ്ബൻഡ് വൈഫ്. ഇതൊക്കെ ബേസിക് കാര്യം അല്ലെ. ബോയ് മുതലുള്ളതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഓർത്ത് വെച്ചോളാം. ഇങ്ങനത്തെ എന്തിനെ പറ്റി, നമ്മുടെ ജെൻഡറിനെ പറ്റി നമുക്ക് അറിഞ്ഞിരിക്കാം. ഓക്കെ അല്ലേ, ക്ലിയർ ആണ്. അപ്പൊ ഇതൊക്കെ നമ്മളോട് ജെൻഡർ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നതാണ്. ആൻഡ് നമുക്ക് അടുത്ത് നോക്കാം. അങ്കിൾ ആൻഡ് അറിയാലോ. കിങ്, ക്വീൻ, ലോർഡ്, ലേഡി, സർ, മാഡം, സൺ, ഡോട്ടർ, വിഡോവർ, വിഡോവർ എന്നാട്ടോ നമ്മൾ പറയില്ലേ. എന്താ അതിനെ വിളിക്കുന്നത്? വിധവയും വിതുലനും അല്ലെ. വിതുലൻ എന്നാന്ന് തോന്നുന്നു പറച്ചിൽ മലയാളത്തില്. വിഡോവർ എന്നാ പറയാം. വിഡോ ആണ് ഫെമിനിൻ ജെൻഡർ. ലാൻഡ് ലോർഡ് അല്ലെ, ഒരു ഭൂ ഉടമയ്ക്ക് ലാൻഡ് ലോർഡ് പറയും. ലാൻഡ് ലേഡി ആട്ടോ അതിന്റെ ഇത് ഫെമിനിൻ ജെൻഡർ. മാസ്റ്റർ, മിസ്ട്രസ്. മാസ്റ്ററിന്റെ ഫെമിനിൻ ജെൻഡർ മിസ്ട്രസ് ആട്ടോ. അതാണ് മിസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. പ്രിൻസ്, പ്രിൻസസ്, ആക്ടർ, ആക്ട്രസ്, മാൻ സെർവന്റ്, മെയ്ഡ് സെർവന്റ്. നമ്മൾ മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലേ, അതുപോലെ മാൻ സെർവന്റ്, മെയ്ഡ് സെർവന്റ് ആണ്. എക്സിക്യൂട്ടർ, എക്സിക്യൂട്രസ്. എക്സിക്യൂട്ട് ചെയ്യുന്ന ആളെ എക്സിക്യൂട്ടർ എന്ന് വിളിക്കും. പെണ്ണായി ചെയ്യുന്നെങ്കിൽ എക്സിക്യൂട്രസ് എന്ന് പറയും. സുൽത്താൻ, സുൽത്താന ചോദിച്ചിട്ടുണ്ടേ. അതുപോലെ സ്വാൻ, നമ്മൾ നേരത്തെ സ്വാൻ നമ്മൾ അരയന്നം പെണ്ണിന് ഇത് പറയുന്നില്ല. ഇല്ല, അരയന്നം മസ്കുലിന. ശരിക്കും പെണ്ണാണ് അതിന്റെ ഫെമിനിൻ ജെൻഡർ ആയിട്ട് പറയാം. പെൻ, PN പെൻ. ഇനി എക്സാമ്പിൾ നോക്കാം, ക്വസ്റ്റൻസ് നോക്കി. ഈ ഇടയ്ക്കല്ല, നമ്മള് ഡിഗ്രി ലെവൽ ഒരു എക്സാം വന്നപ്പോൾ ചോദിച്ച ചോദ്യമാണ്. കഴിഞ്ഞ ഡിഗ്രി ലെവൽ എക്സാമിനാ അല്ല. The feminine gender of nephew in the sentence, my nephew got admission in government college, is niece, heiress, mistress, nymph. എന്താ ആൻസർ? പെട്ടെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നോക്കിയേക്കാം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ഇതിലേക്ക്.
അല്ലേ? ഏകദേശം നമുക്കൊരു ധാരണയാക്കി സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലോട്ട് പോകും. പേമ്മ പറഞ്ഞു. ഏതന്നെ നീസ് അല്ലെ, ഏറ്റവും സിമ്പിൾ ചോദ്യമാണ് ഇത്. എയറസ് നമ്മൾ നോക്കണേ, ഇങ്ങനത്തുള്ള ചോദ്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് അല്ലെ. എയറസ് എന്താ? എയർ അല്ലെ. മിസ്ട്രസ് എന്താ? മാസ്റ്ററിന്റെ യൂസേജ് ആണെന്ന് പറയുന്നത്. വാട്ട് ഇസ് അടുത്ത ചോദ്യം? ഡാഷ് ഓഫ് ഡോൾഫിൻസ് നമ്മുടെ ഇതിലാണ് കളക്ഷൻ ആണ്. ചൂസ് ദി മോസ്റ്റ് സൂട്ടബിൾ കളക്ഷൻ ഓൺ. സ്കൂൾ, ഷോൾ, ഷവർ, ഓഡ്. എന്തിനാണ് ഡോൾഫിന്റെ കൂട്ടത്തിൽ നമ്മൾ പറയാ? ഡോൾഫിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് പറയും? ഡോൾഫിന്റെ കൂട്ടം എന്താ? നമ്മളിപ്പോ പഠിച്ചല്ലേ. ഡോൾഫിന്റെ കൂട്ടം നമ്മൾ പറയും പോഡ് അല്ലെ, POD. പോഡാണ് ഡോൾഫിന്റെ കൂട്ടം നമ്മൾ പറഞ്ഞിരുന്നു. ഷോളും സ്കൂളും നമ്മൾ എന്തിന്റെ കൂട്ടത്തിൽ പറയുന്നതാണ്? നമ്മുടെ ഫിഷിന്റെ കൂട്ടത്തിന് അല്ലെ. ഷവർ എന്താ? റെയിൻ അല്ലെ. റെയിനിന്റെ ഷവർ പറയാം, റെയിൻ. A dash of fish, company, bevy, school, bundle. ഇവിടെ കണ്ടോ? ഫിഷിന്റെ കൂട്ടത്തിൽ നമ്മൾ പറയും സ്കൂൾ എന്ന്, അല്ലെങ്കിൽ നമ്മൾ ഷോൾ എന്ന് പറയും. SHOAL. രണ്ടും. കമ്പനി എന്തിനു പറയുന്ന?
വർക്കേഴ്സിൻ്റെ കൂട്ടം നമുക്ക് കമ്പനി പറയാം. അതുപോലെ നമ്മൾ നേരത്തെ കണ്ട പോലെ ഡാൻസേഴ്സിൻ്റെ കൂട്ടം നമുക്ക് കമ്പനി പറയാം. ബേബി നമ്മൾ പറഞ്ഞു ബ്യൂട്ടീസ് അല്ലെങ്കിൽ ഗേൾസ്. ബണ്ടിൽ സ്റ്റിക്സിന്റെ കൂട്ടത്തിൽ. A dash of whales terrified him. Pack of whales, a shoal of whales, pod of whales, posse of whales. കണ്ടോ ഓപ്ഷൻ നോക്കിയേ, പാക്ക്, ഷോള്, പോഡ്, പൊസെ. ഡോൾഫിനും അതുപോലെ തന്നെ വെയിൽസിനും കൂട്ട് നമ്മൾ വിളിക്കുന്നത് എന്താ? പോഡ് എന്ന് തന്നെയാണ് അല്ലേ? ഡോൾഫിൻസ് ആയാലും ഇതിനും അതെ. പാക്ക് എന്തിനു പറയുന്ന? കാർഡ്സ് പറയാം, ഉൾസ് പറയാം, തീവ്സ് പറയാം, ഷോള് ഫിഷിന് പറയാം, പോസെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് കോമൺ ഇൻട്രസ്റ്റ്. സിമിലർ ഇൻട്രസ്റ്റ്, കോമൺ ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ളവരില്ലേ? കോമൺ ഇൻട്രസ്റ്റോ കോമൺ ജോബോ കോമൺ പേർപ്പസോ ഒക്കെ ഉള്ളവരെ നമുക്ക് എന്ന് വിളിക്കാം? പോസെ എന്ന് പറയാം കേട്ടോ. അടുത്ത, വിച്ച് ഓഫ് ദ കളക്റ്റീവ് നൗൺസ് ഇസ് നോട്ട് കറക്റ്റ്? ലോഫ് ഓഫ് ബ്രെഡ്, ഫയൽ ഓഫ് പേപ്പേഴ്സ്, ബഞ്ച് ഓഫ് പിഗ്സ്, ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്. ഇത് ചോദിച്ചിട്ടുണ്ട്.
തെറ്റിപ്പോയത് ഏതാ ഇതില്? റോങ്. ലോഫ് ഓഫ് ബ്രെഡ് കറക്റ്റാ അല്ലേ? ലോഫ് ഓഫ് ബ്രെഡ് കറക്റ്റാ. ഫയൽ ഓഫ് പേപ്പേഴ്സ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് എന്ത് പേപ്പേഴ്സ് ഓർമ്മയുണ്ട്? ഞാൻ പറഞ്ഞ അൺകൗണ്ടബിൾ ആണ് പേപ്പർ. പേപ്പേഴ്സ് ആണ് സർട്ടിഫിക്കറ്റ്സ് ഡോക്യുമെന്റ്സ് ഫയലിലെ വെക്കുന്നത്. അപ്പൊ ഫയൽ ഓഫ് പേപ്പേഴ്സ് കറക്റ്റാ. ബഞ്ച് ഓഫ് പിക്സ് കറക്റ്റ് ആണോ? അല്ല, ഇവിടെയാണ് തെറ്റ്. ബഞ്ച് ഓഫ് പിക്സ് തെറ്റാ. കാര്യം പിക്സിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു പിക്സ് ഡ്രൈവ് ചെയ്ത് പോവാ പറഞ്ഞില്ലേ. ഡ്രോവ് ഓഫ് പിക്സ് ആണ്. പിക്സിന്റെ കൂട്ടത്തിൽ നമുക്ക് എന്ത് വിളിക്കാം? ഡ്രോവ്. DOROV. ഡ്രൈവ് ചെയ്ത് പോകുന്ന പിക്സ്. ഡ്രൈവ് ചെയ്തു എന്ന് പറയില്ല, അതുപോലെ പിക്സ് ഡ്രൈവ് ചെയ്തു. ഗോട്ടിന് ഞാൻ പറഞ്ഞു ഗോട്ടിന്റെ കൂട്ടുന്ന ട്രിപ്പാന്ന് പറഞ്ഞു. അതുപോലെ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് കറക്റ്റ് ആണ്. ഷിപ്സും ബോട്ട്സും ഒക്കെ ഫ്ലീറ്റ് പറയുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ കറക്റ്റ്. അടുത്ത് നോക്കിയേ. വി ട്രാവൽ ഫ്രം ഡാഷ് ഇൻ സെർച്ച് ഓഫ് ജോബ്. ഇത് ഓർക്കണേ. ഇത് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞ ആ മറ്റേ ഇതിനെ പറ്റിയ നമ്മുടെ സിനോണിം സിംഗുലർ പ്ലൂറലിലേക്ക് രണ്ടു എക്സ്പ്രഷൻസ് കൊടുത്ത് കാണിച്ചു തരാമേ. സിറ്റി ടു സിറ്റീസ്, സിറ്റീസ് ടു സിറ്റീസ്, സിറ്റീസ് ടു സിറ്റി, സിറ്റി ടു സിറ്റി. വി ട്രാവൽ ഫ്രം ഡാഷ് ഇൻ സെർച്ച് ഓഫ് ജോബ്. ഇത് ഓർമ്മയുണ്ടോ? ഇതിന്റെ ഒന്ന് ആൻസർ പറഞ്ഞു. ആ, ബഞ്ച് ഓഫ് ഫ്രൂട്ട്സ് കറക്റ്റ്. ബഞ്ച് ഓഫ് ഗ്രേപ്സ് കറക്റ്റാ അല്ലേ നമ്മൾ പറഞ്ഞത്? പറഞ്ഞ ഓർമ്മയില്ലേ? ഈ ഒരു സിമിലർ നൗണുകൾ അപ്പുറം ഇപ്പുറം വരുന്ന പ്രോനൗൺ വരുന്നവയ്ക്ക് നമുക്ക് നോ പ്ലൂറൽ എന്ന് പറഞ്ഞു. ഒരു സിറ്റിയിൽ നിന്ന് മറ്റൊരു സിറ്റിയിൽ, ടൗൺ ടു ടൗൺ, സിറ്റി ടു സിറ്റി, അല്ലെ, കൺട്രി ടു കൺട്രി എന്നൊക്കെ പറയും അല്ലെ. അടുത്ത് നോക്കാം. വിച്ച് ഔട്ട് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കൗണ്ടബിൾ നൗൺ. ഇതിൽ ഏതാണ് കൗണ്ടബിൾ നൗൺ ആയിട്ടുള്ളത്? നൗണിന്റെ ഭാഗത്ത് എല്ലാത്തിലെയും ഉള്ള ക്വസ്റ്റ്യൻസ് കാണിച്ചിട്ടുണ്ട്. ഫുഡ്വെയർ, സീനറി, ഫൺ, പോം. ഇതിൽ ഏതാണ് കൗണ്ടബിൾ നൗൺ ആയിട്ടുള്ളത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഏതാണ് ഇവിടെ ചോദിക്കപ്പെട്ടതിൽ എന്താ പറയാ, നമ്മൾ പറയില്ലേ എന്താ വിളിക്കുന്നതിന് കൗണ്ടബിൾ ആയിട്ടുള്ള നൗൺ എന്ന് പറയുന്നത്? ഓക്കെ, പ്ലൂറൽ കൗണ്ടബിൾ ആണെങ്കിൽ അതിന് സിംഗുലറും പ്ലൂറലും ഉണ്ടാവും, എണ്ണാൻ പറ്റും. കൗണ്ടബിൾ നൗൺ. ഓക്കെ, കൗണ്ടബിൾ നൗണിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അതിന് സിംഗുലറും ഉണ്ട്, അതുപോലെ അതിന് പ്ലൂറൽ ഫോമും ഉണ്ട്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൗണ്ടബിൾ നൗൺ എന്ന് വിളിക്കുന്നത്. ഫുഡ്വെയർസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇല്ല, അല്ല. അപ്പോൾ സീനറീസ് എന്ന് പറയുമോ? തെറ്റ്. ഫണ്ട്സ് എന്ന് പറയില്ല, ഇത് അബ്സ്ട്രാക്ട് നൗൺ ആണ്. സീനറി എന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ ഒരു സ്ഥലത്തിന് സീനിന് ആ ഒരു അബ്സ്ട്രാക്ട് നൗൺ ആയിട്ട് അതിനെ വിളിക്കുന്നത്. ഫണ്ണും സീനറി അബ്സ്ട്രാക്ട് നൗൺ ആണ്. ഫുഡ്വെയർ മെറ്റീരിയൽ നൗൺ ആണ്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കില്ല? പ്ലൂറൽ ആയിട്ട് പറയില്ല. അപ്പോൾ അതായത് കാലിൽ ധരിക്കുന്നതിന് ഫുഡ്വെയർ അത്രേ ഉള്ളൂ, അല്ലാതെ ഫുഡ്വെയർസ് എന്ന് പറയില്ല. പോമിനുണ്ട്, പോംസ് ഉണ്ട്. അപ്പൊ അത് കൗണ്ടബിൾ നൗൺ ആണ്. പോമും ഉണ്ട്, പോംസും ഉണ്ട്, സിംഗുലറും ഉണ്ട്, പ്ലൂറലും ഉണ്ട്. നമുക്ക് അതിനെ കൗണ്ടബിൾ നൗൺ ആണെന്ന് വിളിക്കാം. ബാക്കിയെല്ലാം അൺകൗണ്ടബിൾ നൗൺസിന്റെ എക്സാമ്പിൾ ആണ്. അടുത്ത, there is two dash in the room. Much furniture, many furnitures, much furnitures. ഇതിൽ ഏതാ കറക്റ്റ് വരാൻ നോക്കിയേ.
നോക്കാം. ഇവിടെ എന്നാ അറിയോ, ഫേർണിച്ചർ അൺകൗണ്ടബിൾ ആണ് കേട്ടോ. ഫേർണിച്ചറിന് പ്ലൂരിൽ ഒരിക്കലും പറ്റില്ല, കാരണം ഫേർണിച്ചർ എന്താണ്, അൺകൗണ്ടബിൾ ആണ്. അപ്പോൾ അതിന് പ്ലൂരിൽ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഏതൊക്കെ കട്ട് ചെയ്ത് കളയാം? ഫേർണിച്ചേഴ്സ് കട്ടാം, ഫേർണിച്ചേഴ്സ് കട്ടാം. മെനി എപ്പോഴും പ്ലൂറൽ നൗണുകളുടെ കൂടെ കൊടുക്കുന്നത്, സിംഗുലർ നൗണുകളുടെ കൂടെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് നമുക്ക് ഇവിടെ കൊടുക്കണം? ആൻസർ ഇസ് മച്ച് ഫേർണിച്ചേഴ്സ്. ദർ ഇസ് ടു മച്ച് ഫേർണിച്ചർ ഇൻ ദ റൂം. ടു മച്ച്, ഒരുപാട് ഫേർണിച്ചർ. ഒരുപാട് എന്ന് പറയാം, ഒരുപാട് എണ്ണം എന്ന് നമ്മൾ പറയില്ല, വ്യത്യാസം. അടുത്ത് നോക്കിയേ, ദ റൈറ്റ് കോമ്പിനേഷൻ. ചോദ്യം വേറെ ഒന്നുമില്ല, റൈറ്റ് കോമ്പിനേഷൻ കണ്ടുപിടിക്കാൻ മാത്രം. നോക്കൂ, ടൈഗർ, ടൈഗ്രസ്, ഡ്രേക്ക്, ഡക്ക്. അപ്പൊ റാമിന് എന്താ പറയാ? യു എന്നാണോ, മേയർ എന്നാണോ, സ്റ്റാഗ് എന്നാണോ, നൺ ഓഫ് ദീസ് എന്നാണോ? നോക്കി പറഞ്ഞു. റാമിന് യു അല്ലേ? കാര്യം മേയർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടു, ഇതിൻ്റെയാ എന്താ പറയാ, ഹോഴ്സിൻ്റെ അല്ലേ? ഹോഴ്സിൻ്റെ എന്തിപ്പെടുന്നതാണ് മേയർ? ഫെമിനിൻ ജെൻഡർ അല്ലേ? സ്റ്റാഗ് എന്താ? ഹിന്റ്. ഡിയറിൻ്റെ അല്ലേ? ഫെമിനിൻ ജെൻഡർ വരും, അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ സമയമായി, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ഗ്രാമപാട്ടിൽ നിന്ന് തുടങ്ങി നമുക്ക് മറ്റുള്ളോട്ട് പോകാം. അപ്പോൾ നമുക്ക് കോൺകോഡ് നോക്കാം, അതുപോലെ തന്നെ നമുക്ക് പ്രിഫിക്സ്, സഫിക്സ് അങ്ങനെ